ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മ ഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാതരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രോഗ്രാമിന് പുറത്തു പോയിരിക്കുകയായിരുന്നു. വരാൻ വൈകി. അതുകൊണ്ടാണ് 6:40 എന്നാക്കിയത്. നമുക്ക് ഭാഗവതം ദശമസ്കന്ധം പ്രഥമാധ്യായം. നമ്മൾ 40-ാം ശ്ലോകം വരെ കണ്ടു. ഇപ്പൊ നമുക്ക് 27-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഇന്നെടുത്ത ഭാഗം, രാവിലെ എടുത്ത ഭാഗം 27-ാം ശ്ലോകം മുതൽക്ക് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ് ഭാഗവതേ ദശമസ്കന്ധേ പ്രഥമോധ്യായഃ. ശ്രീശുക ഉവാച. 27-ാം ശ്ലോകം മുതൽക്ക്. ശൂരസേനോ യദുപതിഃ മധുരാമാവസൻ പുരീം മാധുരാൻ ശൂരസേനാംശ്ച വിഷയാൻ ബുഭുജേ പുരാ രാജധാനി തതഃ സാഭൂത് സർവയാദവ ബൂഭുജാം മധുരാ ഭഗവാൻ യത്ര നിത്യം സന്നിഹിതോ ഹരിഃ തസ്യാം തു കർഹിചിത് സൗരിഃ വസുദേവഃ കൃതോദ്വഹഃ ദേവക്യാ സൂര്യയാ സാർദ്ധം പ്രയാണേ രഥമാരുഹത് ഉഗ്രസേന സുതഃ കംസഃ സ്വസുഃ പ്രിയചികീർഷയാ രശ്മീൻ ഹയാനാം ജഗ്രാഹ രൗക്മൈരതശതൈർവൃതഃ ചതുഃശതം പാരിബർഹം ഗജാനാം ഹേമമാലിനാം അശ്വാനാമയുതം സാർദ്ധം രഥാനാം ച 300 ദാസീനാം സുകുമാരീണാം 200 സമലംകൃതേ ദുഹിത്രേ ദേവഗഃ പ്രാദാദ് യാനേ ദുഹിതൃവത്സലഃ ശംഖതൂര്യമൃദംഗാശ്ച നേതുർദുന്ദുഭയഃ സമം പ്രയാണപ്രക്രമേ താവദ്വരവധ്വോഃ സുമംഗളം പതി പ്രഗ്രഹിണം കംസമാഭാഷ്യാഃ ശരീരവാക് അസ്യാസ്ത്വാമഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ അബുധാം ഇത്യുക്തഃ സകലഃ പാപോ ഭോജാനാം കുലപാംസനഃ ഭഗിനീം ഹന്തുമാരബ്ധഃ ഗഡ്ഗപാണിക്കചേ ഗ്രഹീത തം ജുഗുപ്സിതകർമാണം നൃശംസം നിരഭത്രപം വസുദേവോ മഹാഭാഗഃ ഉവാച പരിസന്ദ്വയൻ. വസുദേവ ഉവാച ശ്ലാഘനീയഗുണശൂരൈഃ ഭവാൻ ഭോജയശസ്കരഃ സ കഥം ഭഗിനീം ഹന്യാത് സ്ത്രിയം ഉദ്വാഹ പർവണി മൃത്യുർജന്മവതാം വീരദേഹേന സഹ ജായത്തെ അദ്യവാബ്ദശതാം ദേവാ മൃത്യുർവൈ പ്രാണിനാം ധ്രുവഃ ദേഹേ പഞ്ചത്വമാപന്നേ ദേഹി കർമാനുഗോ അവശഃ ദേഹാന്തരമനുപ്രാപ്യ പ്രാക്തനം ത്യജതേ വപുഃ വ്രജൻ തിഷ്ഠൻ പദൈകേന യദൈവേഗേന ഗച്ഛതി യഥാ തൃണജളൂകൈവം ദേഹി കർമ്മഗതിം ഗതഃ സ്വപ്നേ യദാ പശ്യതി ദേഹമീദൃശം മനോരഥേനാഭിനിവിഷ്ടചേതനഃ ദൃഷ്ടശ്രുതാഭ്യാം മനസാനുചിന്തയൻ പ്രപദ്യത്തെ തത്കിമപി ഹ്യപസ്മൃതിഃ
യതോ യതോ ധാവതി ദൈവചോദിതം മനോവികാരാത്മകമാപ പഞ്ചസു ഗുണേഷു മായാരചിതേഷു ദേഹ്യസൗ പ്രപദ്യമാനഃ സഹതേന ജായത്തെ ജ്യോതിർയദൈവോദകപാർത്ഥിവേശ്വതഃ സമീരവേഗാനുഗതം വിഭാവ്യത്തെ ഏവം സ്വമായാരചിതേഷ്വസൗ പുമാൻ ഗുണേഷു രാഗാനുഗതോ വിമുഹ്യതി തസ്മാന്ന കസ്യചിദ്രോഹമാചരേത് സ തദാവിദഃ ആത്മനക്ഷേമമന്വിച്ഛൻ ദ്രോഗ്ധുർവൈ പരതോ ഭയം ഏഷാ തവാനുജാ ബാലാ കൃപണാ പുത്രികോപമ ഹന്തും നാർഹസി കല്യാണീം ഇമാം ത്വം ദീനവത്സലഃ. ശ്രീശുക ഉവാച ഏവം സസ്സാമഭിർഭേദൈഃ ബോധ്യമാനോപി ദാരുണഃ നന്യവർത്തത കൗരവ്യ പുരുഷാദാൻ അനുവ്രതഃ. നിർബന്ധം തസ്യ തം ജ്ഞാത്വാ വിചിന്യ ആനഗതുന്ദുഭിഃ പ്രാപ്തം കാലം പ്രതിവ്യോളും ഇദം തത്രാന്വപദ്യത. മൃത്യുർബുദ്ധിമതാപൗഹ്യോ യാവത് ബുദ്ധിബലോദയം യദ്യസൗ ന നിവർത്തേത നാപരാധോസ്തി ദേഹിനഃ. പ്രദായ മൃത്യവേ പുത്രാൻ മോചയേ കൃപണാമിമാം സുതാമേ യദി ജായേരൻ മൃത്യുർവാ നമ്രിയേത ചേത്. വിപര്യയോ വാ കിം ന സ്യാത് ഗതിർധാതുർദുരത്യയാ ഉപസ്ഥിതോ നിവർത്തേത നിവൃത്തഃ പുനരാപതേത്. അഗ്നേര്യദാ ദാരുവിയോഗയോഗയോഃ അദൃഷ്ടതോന്യന്ന നിമിത്തമസ്തി. ഏവം ഹി ചന്ദോരപി ദുർവിഭാവ്യഃ ശരീരസംയോഗവിയോഗഹേതുഃ. ഏവം വിമൃശ്യതം പാപം യാവദാത്മനിദർശനം പൂജയാമാസ വൈ ശൗരിഃ ബഹുമാനപുരസ്സരം. പ്രസന്നവദനാം ഭോജോ നൃശംസം നിരപത്രപം മനസാ ദൂയമാനേന വിഹസന്നിതമബ്രവീത്. വസുദേവ ഉവാച ന ഹ്യസ്യാസ്തേ ഭയം സൗമ്യ യദ്വാഗാഃ ശരീരിണി പുത്രാൻ സമർപ്പയിഷ്യേസ്യ യതസ്തേ ഭയമുത്ഥിതം. ശ്രീശുക ഉവാച സ്വസുർവദാന്നിവവൃത്തെ കംസസ്തദ്വാക്യസാരവിത് വസുദേവോപി തം പ്രീതഃ പ്രശസ്യ പ്രാവിശദ്ഗൃഹം. അദകാല ഉപാവൃത്തെ ദേവകീ സർവദേവതാ പുത്രാൻ പ്രസുഷുവേ ചാഷ്ടൗ കന്യാം ചൈവാനുവത്സരം. കീർത്തിമന്ദം പ്രഥമജം കംസായാനകദുന്ദുഭിഃ അർപ്പയാമാസ കൃച്ഛ്രേണ സോ അനൃതാദതിവിഹ്വലഃ. കിം ദുസ്സഹം नु സാധൂനാം വിദുഷാം കിം അപേക്ഷിതം കിം അകാര്യം കദര്യാണാം ദുസ്ത്യജം കിം ധൃതാത്മനാം. ദൃഷ്ട്വാ സമത്വം തച്ഛൗരേഃ സത്യേ ചൈവ വ്യവസ്ഥിതിം കംസസ്തുഷ്ടമനാരാജൻ പ്രഹസന്നിതമബ്രവീത്. പ്രതിയാതു കുമാരോയം ന ഹ്യസ്മാദസ്തി മേ ഭയം അഷ്ടമാദ്യുവയോർഗർഭാത് മൃത്യുർമേ വിഹിതഃ കില. തഥേതി സുതമാദായ യയൗ ആനകദുന്ദുഭിഃ നാഭ്യനന്ദത തദ്വാക്യം അസതോ വിജിതാത്മനഃ. നന്ദാദ്യായേ വ്രജേ ഗോപാഃ യാശ്ചാമീഷാം ച യോഷിതഃ വൃഷ്ണയോ വസുദേവാഭ്യാ ദേവക്യാഭ്യാജതുസ്ത്രിയഃ. സർവേ വൈ ദേവതാ പ്രായ ഉഭയോരപി ഭാരത ജ്ഞാതയോ ബന്ധുസുഹൃദോ യേ ച കംസമനുവ്രതാഃ. ഏതത് കംസായ ഭഗവാൻ ശശംസ അഭ്യേത്യ നാരദഃ. ഭൂമേർഭാരായമാണാനാം ദൈത്യാനാം ച വധോദ്യമം ഋഷേർവിനിർഗമേ കംസോ യദൂന്മത്വാസുരാനിതി. ദേവക്യാ ഗർഭസംഭൂതം വിഷ്ണും ച സ്വവധം പ്രതി. ദേവകീം വസുദേവം ച നിഗൃഹ്യ നികടൈർഗൃഹേ ജാതം ജാതമഹൻ പുത്രം തയോരജനശങ്കയാ. മാതരം പിതരം ഭ്രാതॄൻ സർവാംശ്ച സുഹൃദസ്തദാ ഗ്നന്ദിഹ്യസുതൃപോ ലുബ്ധാ രാജാനഃ പ്രായശോ ഭുവി. ആത്മാനം ഇഹ സഞ്ജാതം ജാനൻ പ്രാഗ്വിഷ്ണുനാ ഹതം മഹാസുരം കാലനേമിം യദുഭിഃ സ വ്യരുധ്യത. ഉഗ്രസേനം ച പിതരം യദുഭോജാന്തകാധിപം സ്വയം നിഗൃഹ്യ ബുഭുജേ ശൂരസേനാൻ മഹാബലഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ശ്രീകൃഷ്ണാവതാര ഉപക്രമേ പ്രഥമോऽധ്യായഃ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. ഒരിക്കൽ കൂടെ ചതയദിന ആശംസകൾ. നാരായണ ഗുരുദേവനെ എന്നും സ്മരിക്കണം, ഇന്ന് വിശേഷിച്ചും സ്മരിക്കണം. നാരായണ. അപ്പൊ എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിൽ ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ 27-ാം ശ്ലോകം മുതൽ 40-ാം ശ്ലോകം വരെയാണ് കണ്ടത്. ദശമസ്കന്ധത്തിലെ 1-ാം അധ്യായം, ഭഗവാന്റെ അവതാരത്തിന്റെ ആ ഒരു പ്രാരംഭഘട്ടങ്ങൾ. വസുദേവരുടെ വിവാഹം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ദേവകിയുമായിട്ടുള്ള ആ വിവാഹം, അതിന്റെ ഘോഷയാത്ര ആരംഭിക്കുന്നതും കംസൻ തന്നെ സ്വയം തന്റെ അനുജത്തിയുടെ വിവാഹഘോഷയാത്രയിൽ മുഖ്യ സാരഥ്യം ഏറ്റെടുത്ത് ആ കുതിരകളുടെ കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് നയിക്കുന്നു. ധാരാളം സമ്മാനങ്ങൾ ദേവകരാജാവ് തന്റെ പുത്രിക്ക് കൊടുത്തയക്കുന്നുണ്ട്. അങ്ങനെ ആ യാത്ര പോകുന്നതായിട്ടുള്ള സമയത്ത് വാദ്യഘോഷങ്ങളൊക്കെ മുഴങ്ങുന്ന അന്തരീക്ഷത്തിൽ ആ കടിഞ്ഞാൺ പിടിച്ചിരിക്കുന്ന കംസനെ അഭിമുഖീകരിക്കും പോലെ ഒരു അശരീരി ശബ്ദമുണ്ടായി. അസ്യാസ്ത്വാം അഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ അബുദ. ഹേ അബുദ, അല്ലയോ മൂഢ, നീ ആരെയാണോ വഹിക്കുന്നത്? യാം വഹസേ അസ്യാഹ അഷ്ടമഹ ഗർഭ ത്വാം ഹന്ത. ഇവളുടെ 8ാമത്തെ ഗർഭം നിന്നെ ഹനിക്കും. ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്റെ ഹന്താവായിരിക്കും എന്നാണ് അശരീരി ഒറ്റ വാചകത്തിൽ പറഞ്ഞത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ആ ക്രൂരനും ദുഷ്ടനും പാപിയുമായിട്ടുള്ള സ്വാർത്ഥനായിട്ടുള്ള ഭോജവംശത്തിന് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഈ കംസൻ സഹോദരിയുടെ തലമുടിക്കുത്തിനെ എടുത്തു പിടിച്ച് വാളെടുത്ത് കയ്യിൽ പിടിച്ച് കഴുത്ത് മുറിച്ച് കൊല്ലാനായിക്കൊണ്ട് ആരംഭിച്ചു. ഭഗിനീം ഹന്തുമാരബ്ധ ഖഡ്ഗപാണി കചേ അഗ്രഹീത്. ഇങ്ങനെയുള്ള നിന്ദ്യകർമ്മം ചെയ്യുന്നതായിട്ടുള്ള ക്രൂരനായ ലജ്ജയില്ലാത്തവനായ ആ കംസനെ തടഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് മഹാഭാഗൻ അത്യന്തം പുണ്യശാലിയായ വസുദേവർ വളരെ നല്ല രീതിയിൽ സാമഭേദങ്ങളെ കൊണ്ട്, നല്ല വാക്കുകൾ കൊണ്ടും വരും വരായികകളെ പറഞ്ഞുകൊണ്ടും കംസനെ ആ ഹീനകൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങ് ഈ ഭോജവംശത്തിന്റെ യശസ്സിനെ വർദ്ധിപ്പിക്കുന്നവനായിട്ടുള്ള എല്ലാ ശൂരന്മാരാലും ശ്ലാഘിക്കപ്പെടുന്ന ഗുണങ്ങളോടുകൂടിയവനാകുന്നു. അങ്ങനെയുള്ള വീരൻ എന്ന് പേരുകേട്ട അങ്ങ് ഭീരുവായി, അതും സ്വന്തം അനുജത്തിയെ, ഒരു സ്ത്രീയെ വിവാഹമംഗളവേളയിൽ വെച്ച് കൊല്ലുക എന്ന് പറയുന്നത് എത്ര നിന്ദ്യമായിട്ടുള്ള പ്രവൃത്തിയാണ്. അങ്ങ് ഇത്രയും കാലം ഉണ്ടാക്കിയ സകല പേരും നശിപ്പിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയണം. മരണമാണ് ഭയമെങ്കിൽ, മരണത്തെ നീട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തിയെങ്കിൽ, ആ മരണം നമ്മൾക്ക് നീട്ടിവെക്കാൻ സാധിക്കുന്നതാണോ? അഥവാ നീട്ടിവെക്കാൻ സാധിച്ചാൽ തന്നെ എത്ര കാലം നീട്ടിവെക്കാൻ പറ്റും? അത് ചിന്തിക്കുക. ജനിച്ചവർക്ക് മരണം നിശ്ചയമാണ്.
ദേഹത്തോടുകൂടെ കൂടപ്പിറപ്പായിട്ടാണ് മൃത്യു ജനിക്കുന്നത്. അത് ഇന്ന് സംഭവിക്കാം, ഇപ്പൊ സംഭവിക്കാം, 100 വർഷം കഴിഞ്ഞിട്ടും ആവാം. അത് അദൃഷ്ടമാണ്, നമുക്ക് കാണാൻ കഴിയില്ല, അറിയില്ല. എന്നാലും ഉറപ്പാണെന്നുള്ളത് അറിയാം. അങ്ങനെ ഈ ദേഹം നശിച്ചാൽ ഇത് ആത്യന്തികമാണ്, വേറൊരു ദേഹം കിട്ടില്ല എന്നുള്ളതാണ് മൂഢത്തരം. അത് ഈ ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ദേഹി മരിക്കുന്നില്ല, കർമ്മ അനുഗനായി അവശനായി ദേഹാന്തരത്തെ പ്രാപിക്കുന്നുണ്ട്. മറ്റൊരു ദേഹം തയ്യാറായിട്ടാണ് ഈ ദേഹം വെടിയുന്നത്. പ്രാക്തനം ത്യജതേ വപുഹു. എങ്ങനെയാണോ നമുക്ക് ഒരു കാല് എടുത്തു വെച്ച് മറ്റൊരു കാല് ഊന്നി വെച്ചുകൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു കാൽ ഊന്നി മറ്റേ കാൽ മറ്റൊരു സ്ഥലത്തേക്ക് മുന്നോട്ട് വെച്ചതിന് ശേഷം അത് ഊന്നിയിട്ടേ പിന്നിലെ കാലെടുക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെയാണ് പുല്ലിൽ സഞ്ചരിക്കുന്ന പുഴു, തൃണജളൂക. അതും ഒരു പുല്ലിൽ പിടിച്ച ശേഷമാണ് പുറകിലുള്ള പുല്ലിനെ ഉപേക്ഷിക്കുന്നത്, എന്നിട്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് ഈ ദേഹിയും ഒരു ശരീരം സ്വീകരിച്ച ശേഷമാണ്, അത് തയ്യാറായതിനു ശേഷമാണ്, അതിലേക്ക് ഒരു കൈ എത്തിപ്പിടിച്ച ശേഷമാണ് ഈ ശരീരത്തെ വെടിയുന്നത്. അതുകൊണ്ട് മരണാനന്തരം നമ്മുടെ ജീവിതം തുടരും, ഈ ദേഹിയുടെ യാത്ര തുടരും എന്നുള്ളതായിട്ടുള്ള ബോധ്യം വേണം. അപ്പൊ കൊണ്ടുപോകുന്നത് കർമ്മഫലങ്ങളാണ്, പുണ്യപാപങ്ങളാണ്. അപ്പൊ ഇതുപോലെയുള്ള ക്രൂരങ്ങളായ കൃത്യങ്ങൾ ചെയ്ത് ആ പാപവുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ മുന്നോട്ട് ചെന്നാലും ശുഭം ആയിരിക്കുകയില്ല, ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആ ഭയം വേണം. അതുകൊണ്ട് ഭാവി ശോഭനമാവണമെങ്കിൽ അത് ഈ ജന്മത്തിലായാലും വരും ജന്മങ്ങളിലാണെങ്കിലും നല്ല ജീവിതം നമുക്ക് ലഭിക്കണമെങ്കിൽ, സുഖം ലഭിക്കണമെങ്കിൽ നമുക്കതിനുള്ള അർഹത വേണം. പുണ്യത്തിൽ നിന്നാണ് സുഖമുണ്ടാകുന്നത്, പാപത്തിൽ നിന്നാണ് ദുഃഖമുണ്ടാകുന്നത് എന്നുള്ള അറിവ് വേണം. അതുകൊണ്ട് സൽക്കർമ്മങ്ങളെ ചെയ്യാവൂ, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് സ്വയം വിരമിക്കണം. ഇതാണ് സൂചന. അതിനെ ന്യായീകരിക്കാൻ ഇനിയും പല ദൃഷ്ടാന്തങ്ങൾ കൂടി വസുദേവര് കംസന് ഉപദേശിക്കുന്നതാണ്. 41 മുതൽ 43 വരെയുള്ളതായിട്ടുള്ളൊരു 3 ശ്ലോകങ്ങൾ പറഞ്ഞ് പിന്നീട് ഉറപ്പിച്ചു പറയണം. അതുകൊണ്ട് തന്നെ ഒരാളും ദ്രോഹം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. നമുക്കതിലേക്ക് പോകാം. 41-ാം ശ്ലോകം. സ്വപ്നേ യഥാ പശ്യതി ദേഹമീദൃശം മനോരഥേനാഭിനിവിഷ്ടചേതനഃ ദൃഷ്ടശ്രുതാഭ്യാം മനസാനുചിന്തയൻ പ്രബധ്യത്തെ തത്കിമപി ഹ്യപസ്മൃതിഃ. സ്വപ്നേ യഥാ പശ്യതി ദേഹമീദൃശം മനോരഥേനാഭിനിവിഷ്ടചേതനഃ ദൃഷ്ടശ്രുതാഭ്യാം മനസാനുചിന്തയൻ പ്രബധ്യത്തെ തത്കിമപി ഹ്യപസ്മൃതിഃ. നമ്മുടെ ഈ ജന്മത്തിൽ തന്നെ നമ്മൾ പല ശരീരങ്ങൾ മാറി മാറി സ്വീകരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ദൃഷ്ടാന്തം പറയുന്നത്. എത്രയോ ശരീരങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മുമ്പും എത്രയോ ശരീരങ്ങൾ സ്വീകരിച്ചു, ഇനിയും എത്രയോ സ്വീകരിക്കും. അത് പുനർജന്മ നിയമം. അതല്ലാതെ ഇവിടെ തന്നെയുള്ള ഈ ജന്മത്തിൽ തന്നെ നമ്മൾ ദിവസവും എന്ന പോലെ ശരീരങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അറിയാതെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. മാറുന്നത് നമ്മൾ അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ശരീരം വിട്ടുപോകുമ്പോഴും പുതിയ ശരീരം എടുക്കുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നില്ല. പുതിയ ശരീരം എടുക്കുമ്പോൾ ഇതാ ഞാൻ പുതിയ ശരീരം എടുക്കുന്നു എന്നുള്ള കോൺഷ്യസ് അല്ല നമ്മൾ. അതിലേക്ക് അങ്ങനെ അങ്ങോട്ട് യാദൃച്ഛികമായി അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുന്നു. ഏതുപോലെ എന്നാണെങ്കിൽ സ്വപ്നേ യഥാ. ദൃഷ്ടാന്തം പറയണം. സ്വപ്നേ യഥാ. യഥാ എപ്രകാരമാണോ സ്വപ്നത്തിൽ. അപ്പൊ അതുപോലെ തന്നെയാണ് മനോരഥേന. മനോരഥം കൊണ്ടും. സ്വപ്നവും മനോരഥവും ജാഗ്രതയിലിരുന്നു കൊണ്ട് തന്നെ കാണുന്നത്
സ്വപ്നം പോലെ ചിന്തിക്കുന്നത്, ഉണർവുണ്ട്, ചുറ്റുപാടുകളും നടക്കുന്ന വലിയ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ അതിൽ മനസ്സില്ല. മനസ്സ് ഒരു രഥത്തിൽ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ട് കാണുന്നത് മനോരഥം, കണ്ണും കാതും അടച്ചു വെച്ചുകൊണ്ട് കാണുന്നത് സ്വപ്നം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അത്രയേ ഉള്ളൂ. കണ്ണും കാതും അടച്ചു വെച്ച് നമ്മൾ ജാഗ്രത ലോകത്തെക്കുറിച്ച്, ചുറ്റുപാടുകളെക്കുറിച്ച് ഒട്ടും അറിവില്ലാതെ ആയി കഴിയുമ്പോൾ, സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ സ്വപ്നമായി. പുറത്തേക്ക് ഇന്ദ്രിയങ്ങൾ തുറന്നിരിപ്പുണ്ട്, പക്ഷെ മനസ്സ് പുറത്തേക്ക് പോകുന്നില്ല. മനസ്സ് അതിന്റെ പാട്ടിലൊരു യാത്രയിലാണ്. മനസ്സ് മാത്രമായിട്ടുള്ളൊരു യാത്ര, ഇന്ദ്രിയങ്ങളെ തുറന്നു വെച്ചുകൊണ്ട്. അപ്പൊ പുറത്ത് വല്ല ഭൂകമ്പമൊക്കെ ഉണ്ടായാൽ, വെടിക്കെട്ടൊക്കെ ഉണ്ടായാൽ അറിയും, ആരെങ്കിലുമൊക്കെ വിളിച്ചാലൊക്കെ അറിയും, ബഹളങ്ങളൊക്കെ അറിയും. പക്ഷെ അതിലേക്ക് മനസ്സിരുത്തുന്നില്ല. കുറച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സ്മൃതി ഉണ്ടാവില്ല. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറയും. മനോരഥം കണ്ടുകൊണ്ടിരിക്കുന്നവര് ചുറ്റുപാട് നടക്കുന്നതൊക്കെ കാണുന്നുണ്ടെങ്കിലും മനസ്സ് വേറെ എവിടെയോ ആയിരുന്നത് കൊണ്ട് അത് എന്താ പറയുക, നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് കണ്ടില്ല എന്ന് പറയും, കേട്ടില്ല, കണ്ടില്ല. ഇന്ന ആളിതിലെ പോയോ, മുമ്പ് കൂടെ തന്നെ പോയിട്ടുണ്ട്, അയാളെ കണ്ടിട്ടുണ്ട്, കൈ കാണിച്ചിട്ടുണ്ട്, പക്ഷെ മനസ്സിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ അത് ഇന്നലെ കാണിച്ചതായിരിക്കുമോ കയ്യെ, ഇന്നലെ പോയതാണോ അയാള് എന്നൊക്കെ നമുക്ക് ഓർമ്മ തോന്നും. അപ്പൊ കൃത്യമായിട്ടുള്ള സ്മൃതി ഉണ്ടാവില്ല മനോരഥ സമയത്ത്. അപ്പൊ ഇത് രണ്ടും നമ്മള് പുതിയ ശരീരങ്ങളിൽ കയറി പോവുകയാണ്, സ്വപ്നത്തിലാണെങ്കിലും മനോരഥത്തിലാണെങ്കിലും. അതാണ് മനോരഥേന അഭിനിവിഷ്ട ചേതന, മനോരഥത്താൽ അഭിനിവേശിക്കപ്പെട്ട ചേതനയോടുകൂടിയവൻ. അവന്റെ ആ ചേതന അഥവാ ജീവഭാവം ഇതിൽ കയറിപ്പോയിരിക്കുകയാണ്, മനോരഥത്തിലേക്ക് കയറിപ്പോയിരിക്കുകയാണ്. അങ്ങനെ ഈ ദൃശ്യം ദേഹം സ്വപ്നേ യഥാ പശ്യതി, പല രീതിയിലുള്ളതായിട്ടുള്ള ദേഹങ്ങളെ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. സ്വപ്നത്തിൽ നമ്മൾക്ക് പല ശരീരങ്ങൾ, ചിലപ്പോൾ നമ്മൾ ഭിക്ഷക്കാരനായിട്ട് തോന്നാം, ചിലപ്പോൾ രാജാവായിട്ട് തോന്നാം, ചിലപ്പോൾ ദേവന്മാരായിട്ട് ഭവിച്ചതായിട്ട് സ്വപ്നം കാണാം. നമുക്ക് നമ്മൾ പല കഥകളും കേട്ട് അങ്ങനെയുള്ള കഥാപാത്രങ്ങളുമായി നമ്മൾ താദാത്മ്യം പ്രാപിച്ച് ചിലപ്പോൾ നമ്മൾ ശ്രീരാമനാവാം, ഹനുമാനാവാം, ശ്രീകൃഷ്ണ ഭഗവാനാവാം, അല്ലെങ്കിൽ മറ്റ് ദേവന്മാരാവാം, അവരുമായിട്ട് താദാത്മ്യം പ്രാപിക്കാം, അല്ലെങ്കിൽ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളുമായിട്ട് താദാത്മ്യം പ്രാപിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും സംസ്കാരത്തിനനുസരിച്ച്, അല്ലെങ്കിൽ രാജാവായിട്ടോ, അല്ലെങ്കിൽ ഭിക്ഷക്കാരനായിട്ടോ, പോലീസുകാരനായിട്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഭിമാനം നമുക്കുണ്ടാവും. വാസ്തവത്തിൽ നമ്മൾ ആ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? അപ്പൊ ദേഹി പ്രവേശിക്കുന്നു. ഈ ശരീരത്തിൽ ഇരുന്ന് ദേഹി മറ്റൊരു സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു, പുതിയ പുതിയ ശരീരങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. സൂക്ഷ്മമായി മനസ്സുകൊണ്ട് നിർമ്മിച്ചതാണ് ആ ശരീരം, ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ശരീരം വെടിയാൻ നേരത്തും മനസ്സുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ശരീരത്തെ കാണുന്നു. അതാണ് അന്തേ യാമതി സാഗതി എന്ന് പറയുന്നത്. അവസാനത്ത് നിങ്ങളുടെ ബുദ്ധിയിൽ എന്താണോ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് അടുത്ത ജന്മം. അപ്പൊ അത് അടുത്ത ശ്ലോകങ്ങളിലൂടെ അത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അവസാന കാലത്ത് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ, എന്തനുഭവിക്കണമെന്ന് ആശിക്കുന്നുവോ അതിന് തക്കതായിട്ടുള്ളൊരു ശരീരത്തെ നമ്മൾ സൂക്ഷ്മ ശരീരം കൊണ്ട് നിർമ്മിക്കുന്നു, സങ്കല്പം കൊണ്ട് നിർമ്മിക്കുന്നു. എന്നിട്ട് അതിലേക്ക് പ്രവേശിച്ചിട്ടാണ് ഈ വണ്ടി ഉപേക്ഷിക്കുന്നത്. ഇതിന്റെ പ്രാരബ്ധം കഴിയുമ്പോൾ ഇതിനെ ഞങ്ങൾ ഉപേക്ഷിച്ച് ആ പുതിയതിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ സ്വപ്നത്തിൽ അഭിനിവേശിക്കുന്നത് പോലെ തന്നെയാണ് പല പല ശരീരങ്ങളിലേക്ക് പ്രവേശിച്ച് അതിലത്തെ അനുഭവങ്ങളൊക്കെ സത്യം ആയിട്ട് അനുഭവിക്കുന്നത് പോലെ അതിലിരിക്കുമ്പോൾ അതാണ് സത്യം, അത് മാത്രമാണ് സത്യം, അല്ലെ? സ്വപ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നം സത്യമാണ്. അതിലുള്ള ക്ലേശങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് കരയുന്നു, കഷ്ടപ്പെടുന്നു, വേദനിക്കുന്നു. അപ്പൊ അതാണ് സ്വപ്നേ യഥാ പശ്യതി, സ്വപ്നത്തിൽ എങ്ങനെ കാണുന്നുവോ ദൃഷ്ടശ്രുതാഭ്യാം മനസാ അനുചിന്തയൻ കിമപി അപസ്മൃതി തത്പ്രപദ്യത്തെ.
ദൃഷ്ടശ്രുതാഭ്യ, ദൃഷ്ടം കണ്ടത്, ശ്രുതം കേട്ടത്. അപ്പൊ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളെ മനസാ അനുചിന്തയൻ, മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നിരന്തരം ചിന്തിക്കുന്നതിന്റെ ഫലമായിട്ട് കിമപി അപസ്മൃതി, എന്തോ കാരണം കൊണ്ട് ഒരു അപസ്മൃതി ഉണ്ടാവുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചിട്ടുള്ള സ്മൃതി നഷ്ടപ്പെടുന്നു. ഇപ്പൊ ഞാൻ ഇന്ന ആളാണ് എന്നുള്ള സ്മൃതി നഷ്ടപ്പെടുമ്പോഴേ പുതിയ ഞാനായി തീരാൻ പറ്റുള്ളൂ, സ്വപ്ന ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ജാഗ്രത് ശരീരത്തെ ഉപേക്ഷിക്കണം, അല്ലെ? ജാഗ്രത് ശരീരത്തിലുള്ള താതാത്മ്യം പോയി പുതിയ സ്വപ്ന ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒരു അപസ്മൃതി കാരണമാണ്. അപ്പൊ എന്തോ ഒരു കാരണം കൊണ്ടൊരു അപസ്മൃതി ഉണ്ടാവുന്നു. എന്നിട്ട് തത് പ്രപദ്യതേ, ആ ശരീരത്തെ പ്രാപിക്കുന്നു. അപ്പോ അപസ്മൃതി എന്നതാണ് നമ്മൾക്ക് പൂർവ്വ ശരീരത്തെ മറന്ന് പുതിയ ശരീരത്തെ എടുക്കുന്നതിന് സഹായമാകുന്ന ഒരു ഘടകം. അതില്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ ഞാൻ അതോ ഇതോ, ഉണർന്നിരിക്കുന്ന ഞാനോ സ്വപ്നം കാണുന്ന ഞാനോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അതില്ല നമുക്ക്. സ്വപ്നം കാണുമ്പോൾ നമ്മൾ സ്വപ്ന ശരീരവുമായിട്ടാണ് താതാത്മ്യം. ജാഗ്രത്തില് ഇവിടെയാണ് നമ്മൾ താതാത്മ്യം. അപ്പൊ ഇത് രണ്ടും കൂടി കൺഫ്യൂസ് ആവാത്തതിന് അപസ്മൃതിയെ എന്താ പറയാ, നമസ്കരിക്കണം. ഭഗവാന്റെ തന്നെ അനുഗ്രഹമാണ് ഈ അപസ്മൃതി. ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്, മത്തസ്മൃതിർ ജ്ഞാനം അപോഹനം ച, അല്ലേ? മത്തസ്മൃതിർ ജ്ഞാനം അപോഹനം ച, എന്നിൽ നിന്ന് തന്നെയാണ് സ്മൃതിയും ജ്ഞാനവും അപോഹനവും. അപോഹനം തന്നെയാണ് അപസ്മൃതി. അപ്പോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ മായാശക്തി കൊണ്ട് നമുക്ക് അപസ്മൃതി ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ സ്ഥൂല ശരീരത്തെ മറന്ന് സൂക്ഷ്മ ശരീരത്തിലേക്ക്, സ്വപ്ന ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. അതിലും അപസ്മൃതി ഉണ്ടാവുമ്പോഴാണ് നമ്മൾ എന്താ പറയുക, കാരണ ശരീരത്തിലേക്ക്, സുഷുപ്തിയിലേക്ക് പോകുന്നത്. രണ്ട് ശരീരങ്ങളെയും മറന്ന് കാരണശരീരത്തിലേക്ക് അഥവാ സുഷുപ്തിയിലേക്ക് നമ്മൾ പോകുന്നു. അവിടെയും അപസ്മൃതി തന്നെയാണ് അനുഗ്രഹം. ഉറങ്ങാനും അപസ്മൃതി വേണം. അപ്പൊ അതുപോലെ ഈ ശരീരം വെടിഞ്ഞ് പുതിയൊരു ശരീരം സ്വീകരിക്കുമ്പോഴും നമുക്ക് അപസ്മൃതി ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ എന്തുകൊണ്ട് നമുക്ക് പൂർവജന്മ സ്മരണകൾ ഉണ്ടാവുന്നില്ല? കണ്ടിന്യൂസ് ഒരു യാത്രയാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഓർമ്മിക്കാൻ കഴിയുന്നില്ല? എല്ലാം നമുക്ക് ഓർമ്മ വരേണ്ടതല്ലേ? കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എവിടെയായിരുന്നു, ആരുടെ മകനായിരുന്നു, ആരുടെ മകളായിരുന്നു, ആരുടെ ഭർത്താവായിരുന്നു, അല്ലെങ്കിൽ ആരുടെ ഭാര്യയായിരുന്നു, ഏതൊക്കെ കുട്ടികളുടെ അച്ഛനമ്മമാരായിരുന്നു, ഏതൊക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ട്, എവിടെയൊക്കെ ഭൂമിയുണ്ട്, എവിടെയൊക്കെയാണ് ആധാരം പെട്ടിയിൽ വെച്ചിരിക്കുന്നത്, ഇതൊക്കെ ഓർമ്മ വന്നാൽ എന്തായിരിക്കും പ്രശ്നം? അല്ലേ? അപ്പൊ ഭാഗ്യം തന്നെ അതൊന്ന് ഓർമ്മ വരാതിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണോ നമ്മൾക്ക് ഇപ്പൊ തന്നെ ഇവിടെ തന്നെ അനുഭവമാണ്, നമ്മള് സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജാഗ്രത്തിനെ പൂർണ്ണമായി വിസ്മരിക്കുന്നു, അപസ്മൃതി സംഭവിക്കുന്നു, ഇൻസ്റ്റന്റ് ആയിട്ടാണ്. അപ്പൊ പിന്നെ ഇതിന്റെ മറ്റൊരു എക്സ്റ്റൻഷനാണ് പുനർജന്മം, അടുത്ത ജന്മം. അവിടെ ഇതിനെക്കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് സ്മരണകളും പോകുന്നു. പുതിയ ശരീരത്തിൽ താതാത്മ്യം പെട്ടെന്ന് പ്രാപിക്കുന്നു. ആ ശരീരവുമായിട്ട് പെട്ടെന്ന് ഇഴുകിച്ചേരുന്നു. ഇത് എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ ശീലമാണ്. എത്രയോ ജന്മങ്ങളായിട്ടും ഓരോ ജന്മത്തിലും ഇങ്ങനെ നമ്മൾ ശീലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് പൂർവജന്മ സ്മരണ ഇല്ല എന്ന് ചോദിച്ചാല് ഈ ജന്മത്തിലെ സ്മരണ തന്നെ നല്ലോണം ഉണ്ടോളോ എന്ന് ചോദിക്കണം. 10 കൊല്ലം മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് വല്ല ഓർമ്മയുണ്ടോ? 10 കൊല്ലം മുമ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പേരൊക്കെ ഒന്ന് എണ്ണി എണ്ണി പറയൂ എന്ന് പറഞ്ഞാൽ ഒന്നും ഓർമ്മ വരുന്നില്ല. 1 2 പേരുടെ വരും, എല്ലാവരുടെ പേരൊന്നും വരില്ല. അപ്പോ
ഈ ജന്മത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ, ജാഗ്രത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ ജാഗ്രത്തിലേ ഓർമ്മയില്ലാതാവണു. സ്വപ്നത്തിലേക്ക് വരുമ്പോൾ ജാഗ്രത്തിലെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഓർമ്മയില്ലാതാവണു. സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ എല്ലാം മറന്നു പോകുന്നു. ഇത് നിത്യം അനുഭവിച്ചിട്ടാണ് പിന്നെയും ചോദിക്കുന്നത് എന്തുകൊണ്ട് ഈ ജന്മത്തിൽ നമുക്ക് പൂർവ്വജന്മ സ്മരണയില്ല എന്ന്. ഇത്രയും വലിയ വിഡ്ഢിത്തരം വേറെ ഉണ്ടോ? ഈ ചോദ്യം പോലൊരു വിഡ്ഢിത്തരം. ചിന്തിക്കുന്നവരാണെങ്കിൽ സ്വയം ഉത്തരം കിട്ടി പിന്നെ ചോദിക്കാതെയാവും. സ്വയം ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ തൃപ്തിയായി കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. അത് സ്വയം ചോദിക്കാത്തവരാണ് അന്യരോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. സ്വയം ചോദിച്ച് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരാളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ യുക്തി ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം കണ്ടുപിടിക്കാം. നമ്മളൊക്കെ ഋഷിമാർ തന്നെയാണ്. എല്ലാവരുടെ ഉള്ളിലും ഒരു ഋഷിയുണ്ട്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല, ഉണർത്തുന്നില്ല. നമ്മൾക്ക് എളുപ്പപ്പണികളാണ് ഇഷ്ടം. ബുദ്ധിയെ ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ ബുദ്ധിയെ ആശ്രയിക്കുക. അനുകരണ പ്രിയന്മാരാണ് നമ്മളൊക്കെ. മറ്റവരെന്ത് പറഞ്ഞു അതിനെ ഞങ്ങള് വിഴുങ്ങുക. സ്വന്തമായിട്ട് ഒരു ചിന്തയും ഇല്ല, ഒരു അഭിപ്രായവും ഇല്ല, വിവേകവുമില്ല. അപ്പോ സ്വയം ചിന്തിക്കുക, യുക്തി ഉപയോഗിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. ഉത്തരം കണ്ടെത്താൻ കഴിയും. ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്കുള്ള ചോദ്യം ഇല്ലാതെയാവും. അപ്പൊ ഇനി മേലിൽ ചോദിക്കരുത് എന്തുകൊണ്ട് നമുക്ക് പൂർവ്വജന്മങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ സ്മരണ ഇല്ലാത്തത്. സ്മരണ നമുക്ക് നഷ്ടപ്പെടാൻ ഒരു പ്രയാസവും ഇല്ല. ഈ ജന്മത്തിൽ തന്നെ ഇപ്പൊ ഒരു ഷോക്കടിച്ചാൽ വേണമെങ്കിൽ ഇന്നലെ വരെയുള്ളതെല്ലാം മറന്നുപോകാം. ജീവിച്ചിരിപ്പുണ്ട് നമ്മൾ, അതേ ശരീരം തന്നെയാണ്. പക്ഷെ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഒരു ഷോക്കില് ചിലപ്പോൾ മറന്നുപോകും, അല്ലേ? ഒരു പുതിയ ആളായിട്ട് മാറും. അങ്ങനെ ഒരു സിനിമ മുമ്പ് വന്നിട്ടുണ്ട്, ഇന്നലെ എന്ന് പറഞ്ഞൊരു സിനിമ, പത്മരാജന്റെ. വളരെ നല്ല രീതിയിൽ നമ്മുടെ സുരേഷ് ഗോപിയും ജയറാമും ശോഭനയും കൂടിയിട്ട് ഇറക്കിയ ഒരു സിനിമ. ഇന്നലെ ഒരു ആക്സിഡന്റിൽ വെച്ച് ഓർമ്മ നഷ്ടപ്പെട്ട് പുതിയൊരാളായി മാറുന്നു. പഴയതെല്ലാം മറക്കുന്നു. ആ പഴയതിനെ ഓർമ്മയിൽ കൊണ്ടുവരാനായിട്ട് പഴയ ആൾക്കാർ വന്ന് ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. പുതിയതുമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. അപ്പൊ പിന്നെ പുതിയ വഴിക്ക് വിട്ടിട്ട് പഴയ ആള് പഴയ വഴിക്ക് പോകുന്നു, അല്ലേ? അപ്പൊ ഈ ജന്മത്തിൽ തന്നെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്മൃതി നഷ്ടപ്പെടാമെന്നിരിക്കെ നമ്മള് വിഡ്ഢിത്തരങ്ങൾ ചോദിക്കാതിരിക്കുക, സ്വയം ചോദിക്കുക. അപ്പൊ വിഡ്ഢിയാവില്ല. അപ്പോ ഈ അപസ്മൃതി എന്നുള്ള ഒരു വിഷയമാണ് ഈ 41-ാം ശ്ലോകത്തില് വ്യക്തമാക്കിയത്. സ്വപ്നേ യഥാ പശ്യതി ദേഹമീദൃശം മനോരഥേനാഭിനിവിഷ്ടചേതനഃ ദൃഷ്ടശ്രുതാഭ്യാം മനസാനുചിന്തയൻ പ്രപദ്യതേ തത്കിമഭി അപസ്മൃതി. അപസ്മൃതി കൊണ്ടാണ് നമ്മൾ അറിയാത്തത്, ജന്മാന്തരങ്ങളെക്കുറിച്ച് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റാത്തത്. അപസ്മൃതി എന്ന് വലിയൊരു ബ്ലോക്ക്, ഒരു കർട്ടൻ നമ്മുടെ ഇടയിൽ നിൽപ്പുണ്ട്. നമ്മുടെ പൂർവവും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിൽ വേർതിരിക്കുന്ന വലിയൊരു കോട്ടമതിലാണ് ഈ അപസ്മൃതി. അപ്പുറത്തുള്ളത് കാണാൻ നമ്മളെ സമ്മതിക്കുന്നില്ല. നമ്മളെ ഇപ്പുറത്തേക്ക് തള്ളിവിട്ടു. നിങ്ങൾ ഇനി ഇപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് തള്ളിവിട്ടിരിക്കുന്നത്. ആ അപസ്മൃതിയെക്കുറിച്ച് ബോധം ഉണ്ടാവുക. ഇങ്ങനൊരു അപസ്മൃതി നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു സംസ്കാരം, പൂർവജന്മ സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ട് താനും. കാര്യങ്ങളെ വ്യക്തമായിട്ട് ഓർമ്മിക്കാൻ കഴിവില്ലെങ്കിലും പല കാര്യങ്ങളും നമുക്ക് പൂർവ്വ സംസ്കാരമുണ്ട്.
സംഗീതത്തോടുള്ളതായിട്ടൊരു അഭിരുചി, അല്ലെങ്കിൽ സാഹിത്യത്തോടുള്ളതായിട്ടുള്ള അഭിരുചി, അല്ലെങ്കിൽ മറ്റ് കലാവിഷയങ്ങളിലുള്ളതായിട്ടുള്ള താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ വിഷയങ്ങൾ ഏതെടുത്താലും സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം, മാത്തമാറ്റിക്സിനോട് ആഭിമുഖ്യം, അല്ലെങ്കിൽ എന്താ പറയുക ഇതുപോലെയുള്ള പുരാണ ഇതിഹാസങ്ങളിൽ താല്പര്യം, സംസ്കൃത ഭാഷയോട് ആഭിമുഖ്യം, ഏതെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഉടനെ തന്നെ എന്തോ ഒരു പരിചയം പോലെ തോന്നുക, ഇത് ഞാൻ മുമ്പ് കണ്ടതാണല്ലോ, കേട്ടതാണല്ലോ എന്ന് തോന്നുക. ഇതൊക്കെ ആ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളില് ആ ദേഹിക്ക് ഉണ്ട്. ആ ദേഹിയുടെ സംസ്കാരം കൊണ്ടാണ് അത് തോന്നുന്നത്. ഇപ്പോൾ പല വിദ്യകളും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് മുമ്പ് എപ്പോഴോ അഭ്യസിച്ചതാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. എനിക്ക് സംസ്കൃതം പഠിക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ളത്. വളരെ എന്താ പറയുക വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഡക്ക് ടു വാട്ടർ എന്ന് പറയും പോലെ എഫേർട്ട്ലെസ് ആയിട്ട് ഓരോന്ന് കേൾക്കുമ്പോഴും മുമ്പ് എപ്പോഴോ വായിച്ച പോലെ, മുമ്പ് എപ്പോഴോ പഠിച്ച പോലെ എന്ന് തോന്നാറുണ്ട്. അതുപോലെ ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഇത് വായിച്ച പോലെയുണ്ടല്ലോ. അതുകൊണ്ട് അധികം ആരുടെയും സഹായമില്ലാതെ തന്നെ ആ ഗ്രന്ഥം മനസ്സിലാക്കാനും അതിലുള്ള തെറ്റുകൾ പോലും കണ്ടുപിടിക്കാനും ഒക്കെ ഒരു സംസ്കാരം നമ്മളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അതൊക്കെ പൂർവ്വജന്മ കണക്ഷനാണ്, ആ ഒരു സംസ്കാരം കൊണ്ട് വരുന്നതാണ്. അപ്പൊ എല്ലാ കാര്യത്തിലും ഇതുപോലുള്ള പൂർവ്വജന്മ സംസ്കാരം നമ്മളിലുണ്ട്, പക്ഷെ വ്യക്തമായിട്ടുള്ള ഓർമ്മ ഉണ്ടാവുകയില്ല. ഇപ്പൊ സ്വപ്നം കാണുന്നതും നമ്മുടെ ജാഗ്രതയിലെ സംസ്കാരത്തിനനുസരിച്ചാണ്. ജാഗ്രതയിൽ കണ്ടതും കേട്ടതും വെച്ചിട്ടുള്ള സ്വപ്നമേ കാണാൻ പറ്റുള്ളൂ. ജാഗ്രതയിൽ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. അപ്പൊ ആ സംസ്കാരത്തിന്റെ തുടർച്ച സ്വപ്നത്തിലേക്കുമുണ്ട്, അതുപോലെ തന്നെയാണ് അടുത്ത ജന്മത്തിലേക്കും. അപ്പൊ അതുകൊണ്ട് പുനർജന്മം എന്നുള്ളത് ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. അപസ്മൃതി കൊണ്ടാണ് പൂർവ്വസ്മരണയില്ലാത്തത് എന്നുള്ളതും ഉറപ്പിക്കുക. എല്ലാം ഒന്നും ഓർമ്മയില്ല എന്നുള്ളത് കൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്യാൻ, പുനർജന്മം ഇല്ല എന്ന് ഡിസൈഡ് ചെയ്യാൻ സാധ്യമല്ല. തുടർന്ന് യതോ യതോ ധാവതി ദൈവചോദിതം മനോവികാരാത്മകമാപ പഞ്ചസു ഗുണേഷു മായാരജിതേഷു ദേഹ്യസൗ പ്രപദ്യമാനഃ സഹ തേന ജായത്തെ. യതോ യതോ ധാവതി ദൈവചോദിതം മനോവികാരാത്മകമാപ പഞ്ചസു ഗുണേഷു മായാരജിതേഷു ദേഹ്യസൗ പ്രപദ്യമാനഃ സഹ തേന ജായത്തെ. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക ശരീരം എടുക്കേണ്ടി വരുന്നത് എന്നാണെങ്കിൽ അത് സംസ്കാരം കൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നത്. യത് ഭാവഃ തദ്ഭവതി. നിങ്ങൾ പൂർവജന്മത്തിൽ എന്ത് സംസ്കാരമാണോ നേടിയത്, ഏത് സംസ്കാരമാണോ അതിൽ പ്രബലമായിരുന്നത്, അവസാന കാലത്ത് ഏത് സംസ്കാരമാണോ മുന്തി നിന്നത്, ആ സംസ്കാരത്തിനനുസരിച്ചാണ് അടുത്ത ജന്മം. അവസാന കാലത്തുള്ള സംസ്കാരം എന്താണോ, അന്തേ യാ മതി സാഗതി, അവസാനത്തിൽ എന്താണോ ബുദ്ധി അതിനനുസരിച്ചാണ് അടുത്ത ശരീരം. അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ വികാരാത്മകം ദൈവചോദിതം മനഃ പഞ്ചസു ഗുണേഷു ഭൂതേഷു മായാരചിതേഷു യതഃ യതഃ ധാവതി തതാപ അസൗ ദേഹി പ്രപദ്യമാനഃ തേന സഹ ജായത്തെ. നമ്മുടെ മനസ്സിന്റെ വിശേഷണങ്ങളാണ് വികാരാത്മകം ദൈവചോദിതം മനഃ. മനസ്സിന്റെ സ്വഭാവം എന്താണ്? വികാരാത്മകം, വികാരസ്വരൂപത്തോടു കൂടിയതാണ്. വികാരം എന്ന് പറഞ്ഞാൽ വികൃതി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ചേഞ്ചിങ് എന്നത് മനസ്സിന്റെ സ്വഭാവമാണ്. എവർ ചേഞ്ചിങ്, ചഞ്ചലഹ
ചഞ്ചലം ഹി മനഃകൃഷ്ണ. അപ്പൊ ഈ ചഞ്ചലമായ മനസ്സിനെ നമ്മൾ അങ്ങനെ തന്നെ അതിന്റെ പുറകെ പോയാൽ നമ്മുടെ ജീവിതവും ചഞ്ചലം. അതുകൊണ്ടാണ് ആ മനസ്സിനെ കടിഞ്ഞാണിടാനായിക്കൊണ്ട് നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളോട് പറയുന്നത്, ആ മനസ്സിനെ നിയന്ത്രിക്കാൻ. നിയന്ത്രിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, ഗതിയില്ലാതെ, അന്തമില്ലാതെ. അപ്പൊ ചേഞ്ചിങ് ആണ് മനസ്സിന്റെ സ്വരൂപം. അതാണ് വികാരാത്മകം മനഃ, ദൈവചോദിതം മനഃ. ഇവിടെ ദൈവചോദിതം എന്ന് പറയുമ്പോഴോ ദൈവേന ചോദിതം. ഇവിടെ ദൈവം എന്നാൽ പ്രാരബ്ധ കർമ്മം, അല്ലെങ്കിൽ അദൃഷ്ടകർമ്മം, പൂർവകർമ്മം എന്നർത്ഥം. അപ്പൊ പൂർവകർമ്മേന ചോദിതം എന്താണ്? നമ്മുടെ പൂർവകർമ്മ സംസ്കാരം. നമ്മൾ മുമ്പ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ, അതിനനുസരിച്ചാണ് മനസ്സിന്റെ മുന്നോട്ടുള്ളതായിട്ടുള്ള ആ ഒരു എന്താ പറയുക മൊമെന്റം. ഏത് വഴിക്കാണോ മുമ്പ് ഒഴുകിയിട്ടുള്ളത് അതേ വഴിക്ക് ഒഴുകുക. ഏതൊക്കെ അനുഭവങ്ങളിലൂടെയാണോ കടന്നു പോയിട്ടുള്ളത് അതിൽ തന്നെ വീണ്ടും വീണ്ടും കടന്നു പോകാനുള്ളൊരു ഒരു താല്പര്യം. അതാണ് അഡിക്ഷൻ, അതാണ് വാസന, ശീലം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഒരു കാര്യം ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൊട്ടയിലെ ശീലം ചുടല വരെ ശീലിച്ചതേ പാലിക്കൂ എന്ന് പറഞ്ഞതുപോലെ അതിങ്ങനെ അതിന് ആ ഒരു ടൈപ്പായി മാറും. അതാണ് ദൈവചോദിതം. അപ്പൊ പൂർവകർമ്മങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് ആ കർമ്മത്തിനനുസരിച്ചാണ് അത് പോയിക്കൊണ്ടിരിക്കുക, പ്രവർത്തിക്കുക. അങ്ങനെ പ്രേരിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള മനഃ പഞ്ചസു ഗുണേഷു ഭൂതേഷു മായാരചിതേഷു യതഃ യതഃ ധാവതി. പഞ്ചസു ഗുണേഷു, 5 ഇന്ദ്രിയങ്ങളിലൂടെ എന്നർത്ഥം. ഗുണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, ഇത് രണ്ടും ഗുണങ്ങളാണ്. അപ്പൊ ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നുള്ള 5 ഗുണങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായിട്ടുള്ള ഭൂതേഷു, പഞ്ചഭൂത നിർമ്മിതങ്ങളായ ഭൂതങ്ങളായിരിക്കുന്ന മായാരചിതേഷു, മായ കൊണ്ട് രചിക്കപ്പെട്ട നാമരൂപാത്മകമായിരിക്കുന്ന വിവിധങ്ങളായ വസ്തുക്കളിലേക്ക്, വിഷയങ്ങളിലേക്ക് യതഃ യതഃ ധാവതി, ഏതേതിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുവോ, ധാവനം ചെയ്യുന്നുവോ. അപ്പോൾ പഞ്ചഭൂതാത്മകമായ വിഷയങ്ങളിൽ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. അങ്ങനെ അതിനെ ഏതിന്റെ പുറകെ ഓടുന്നുവോ തദാപ, അതിനെ പ്രാപിക്കും. എന്തിന്റെ പുറകെ ഓടിയോ അതിനെ പ്രാപിക്കും. അങ്ങനെ അസൗ ദേഹി, ഈ ജീവൻ ഈ മനസ്സിന്റെ പുറകെ പോയിട്ട് പ്രപദ്യമാനഃ, അതുമായി താദാത്മ്യം പ്രാപിച്ച്, അതിനെ പ്രാപിച്ച് എന്ന് പറഞ്ഞാൽ അതുമായി താദാത്മ്യം പ്രാപിച്ച്, അതായി തീർന്ന് തേന സഹജായത്തെ, ആ സംസ്കാരത്തോടുകൂടെ വീണ്ടും പുതിയ ശരീരത്തിലേക്ക് ജനിക്കുന്നു. പുനർജന്മം. അപ്പൊ ഈ മനസ്സ് ഏതേത് വിഷയങ്ങളിലാണോ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ഏതേത് അനുഭവങ്ങളാണോ മനസ്സിന് എക്സ്പീരിയൻസ് ഉള്ളത്, അതിൽ തന്നെ അതിനൊരു സംസ്കാരമുണ്ടായി വീണ്ടും അതിനോട് കൂടുതൽ പ്രീതിയോടുകൂടെ മരണകാലം അടുക്കുമ്പോൾ ഇനിയും അനുഭവിക്കണം എന്നുള്ളതായിട്ടുള്ള ആ ത്വര ഉള്ളിലുണ്ടെങ്കിൽ അവനവന്റെ മനസ്സ് തന്നെ ഇത് അനുഭവിക്കാനുള്ളതായിട്ടുള്ള ഒരു സങ്കല്പം ചെയ്ത് അതിനുള്ളൊരു ശരീരം തയ്യാറാക്കും. അങ്ങനെ ആ ശരീരത്തിലേക്ക് പ്രവേശിക്കും. ഈ സംസ്കാരത്തോടുകൂടെ, ഈ പൂർവ്വ സംസ്കാരത്തോടുകൂടെ പുതിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. പഴയ വണ്ടി കണ്ടം ചെയ്യാറായി കഴിഞ്ഞാൽ അതിലും കൂടി കുറച്ചുകൂടി സൗകര്യങ്ങളുള്ളതായിട്ടുള്ള വണ്ടിയാണ് പുതിയ വണ്ടി എടുക്കുന്നവർ നോക്കുക. ഞാൻ ഇതുവരെ ഉപയോഗിച്ച വണ്ടിക്ക് ഇന്ന കുറവുകളുണ്ട്, അത് പോരാ, അത് നികത്തിയിട്ട് പുതിയൊരു വണ്ടി വാങ്ങിക്കണം. ഈ വണ്ടി കണ്ടം ചെയ്യുന്നു, അതിനു മുമ്പേ തന്നെ പുതിയ വണ്ടി ബുക്ക് ചെയ്ത് അത് വന്നു കഴിയുമ്പോൾ ഇതിനെ കൊടുക്കുന്നു, ആർക്കെങ്കിലും വിൽക്കുന്നു. ഇതേപോലെയാണ് നമ്മൾ ഈ ശരീരമാകുന്ന വണ്ടിയെ ഉപേക്ഷിച്ച് പുതിയൊരു വണ്ടിയിലേക്ക് കയറുന്നു. നമ്മുടെ സംസ്കാരത്തിന് അനുസരിച്ച്. ഇതുവരെ വണ്ടിയെ ഉപയോഗിക്കാത്തവർക്ക് പുതിയ വണ്ടി എങ്ങനെയുള്ളതായിരിക്കണം എന്ന്
കൃത്യമായിട്ടുള്ള നിശ്ചയമൊന്നും ഉണ്ടാവില്ല, പരിചയമില്ല. അപ്പൊ അയാൾക്ക് കിട്ടിയ വണ്ടി തന്നെ ലാഭം. ഏത് വണ്ടിയായാലും കുഴപ്പമില്ല. കുറച്ചു കാലം അങ്ങനെ കിട്ടിയ വണ്ടിയിൽ പരിശീലിക്കും, അത് കഴിഞ്ഞ് പുതിയ വണ്ടി നോക്കും. അതുപോലെയാണ് നമ്മുടെ മനസ്സ് ദേഹിയെ വലിച്ചു കൊണ്ടുപോകുന്നത്. മനസ്സ് സൂക്ഷ്മ ശരീരം, ആ സൂക്ഷ്മ ശരീരമാണ് ദേഹിയെ ഓരോ ഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. സ്ഥൂല ശരീരം ഉപേക്ഷിക്കാനുള്ളതാണ്, പുതിയ സ്ഥൂല ശരീരം സ്വീകരിക്കാനുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ആശയം എന്താണ്? യത് ഭാവഃ തദ്ഭവതി. ആസ് യു തിങ്ക് സോ യു ബിക്കം. അതാണ് ഇവിടുത്തെ. അപ്പൊ അതുകൊണ്ട് എങ്ങനെ നമ്മൾ ഭാവന ചെയ്യുന്നു? നല്ല ഭാവനകൾ ഉണ്ടാവുക, അപ്പൊ നല്ല ജീവിതം ഉണ്ടാകും, നല്ല ജന്മങ്ങൾ ഉണ്ടാകും, കുറെ കൂടി സുഖമുള്ളതായിട്ടുള്ള പരിതസ്ഥിതികൾ ഉണ്ടാകും. നമ്മൾ പാപം ചെയ്തിട്ട് പോയാലോ ആ പാപത്തിന്റെ വാസനയോടുകൂടി ചെന്ന് വീണ്ടും വർദ്ധിച്ച പാപങ്ങൾ ചെയ്യാനിടയാകും. ആ പാപങ്ങളുടെയൊക്കെ ഫലം തീർച്ചയായിട്ടും അവനവനും ചുറ്റുപാടുകൾക്കും ദുരിതം. അപ്പൊ അത് വേണോ, സുഖം വേണോ, ദുഃഖം വേണോ, സുഖം വേണോ എന്ന് ഇപ്പോഴേ തീരുമാനിക്കുക. അടുത്ത ജന്മം സുഖം വേണമെന്നുണ്ടെങ്കിൽ ഈ ജന്മം തന്നെ പുണ്യങ്ങൾ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇതാണ് ഇതിൽ നിന്നെല്ലാം ചിന്തിച്ച് ഉറപ്പിക്കേണ്ട കാര്യം. അതുകൊണ്ട് ഹേ കംസ, നീ ഇപ്പൊ ചെയ്യുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, നിന്റെ ശരീരരക്ഷയ്ക്ക് വേണ്ടി സ്വാർത്ഥത കൊണ്ട് നീ നിന്റെ പ്രിയപ്പെട്ട അനുജത്തിയെ, സ്ത്രീയെ, അബലയെ, പാവത്തെ ഇപ്പോ ഈ ഹിംസിച്ചു കഴിഞ്ഞാൽ ഈ സംസ്കാരം തന്നെ നിനക്ക് തുടരും. ഇത് വർദ്ധിച്ചു വരികയേ ഉള്ളൂ, കുറയുകയില്ല. ഈ ജന്മത്തിലും ഇനിയും നിനക്ക് ആയുസ് ബാക്കിയുണ്ടെങ്കിൽ ഇതേ സ്വഭാവം കൂടുതൽ കൂടുതൽ നീ പ്രകടിപ്പിക്കും. അത് അടുത്ത ജന്മത്തിലേക്ക് കൂടുതൽ രൂക്ഷമായിട്ട് ഭവിക്കും. അത് നല്ലതിനാണോ എന്ന് ചിന്തിക്കുക. നമ്മൾ തന്നെ സ്വയം നമ്മൾ പണിത വലകളിലേക്ക്, ട്രാപ്പുകളിലേക്ക് സ്വയം ചെന്ന് പതിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ തന്നെ നമുക്ക് വീഴാനുള്ള വല നെയ്യുകയാണ്. ജ്യോതിർയദൈവോദക പാർത്ഥിവേശ്വരഃ സമീരവേഗാനുഗതം വിഭാവ്യത്തെ ഏവം സ്വമായാരജിതേശ്വസൗ പുമാൻ ഗുണേഷു രാഗാനുഗതോ വിമുഹ്യതി. ജ്യോതിർയദൈവോദക പാർത്ഥിവേശ്വരഃ സമീരവേഗാനുഗതം വിഭാവ്യത്തെ ഏവം സ്വമായാരജിതേശ്വസൗ പുമാൻ ഗുണേഷു രാഗാനുഗതോ വിമുഹ്യതി. ഇപ്പോ കംസനെ സംബന്ധിച്ച് നല്ലൊരു രാജദേഹം ലഭിച്ചിട്ടുണ്ട്. ഭോജവംശത്തിലെ ഉഗ്രസേന മഹാരാജാവിന്റെ പുത്രൻ എന്നുള്ളത് ചെറിയൊരു റോളൊന്നുമല്ല. നല്ല വേഷം കെട്ടിയിരിക്കുന്നത്. അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചാലോ കംസന് ഉയർന്നു പോകാം. അതേ കംസൻ തന്നെ സ്വാർത്ഥത കൊണ്ട് ദുഷ്ടകർമ്മങ്ങൾ ചെയ്താലോ അധപതിക്കുകയും ചെയ്യാം. രണ്ട് ചോയ്സാണ് ഇപ്പൊ കംസൻ നിൽക്കുന്ന സ്ഥലത്ത് ഉള്ളത്. ഇതുവരെയുള്ള കംസൻ വലിയ പേരൊന്നും ദുഷ്പേരൊന്നും കേൾപ്പിച്ചിട്ടില്ല. ഇനിയാണ് കംസന്റെ തനി സ്വഭാവം കാണാൻ പോകുന്നത്. ഉള്ളില് ഈ വാസന ഉണ്ട്. കാലനേമി എന്ന അസുരനായിരുന്നതുകൊണ്ട് അസുര സ്വഭാവം, സ്വാർത്ഥത, ക്രൂരത എല്ലാം ഉള്ളിലുണ്ട്. അതിനെ ശുദ്ധീകരിക്കുകയാണ് ഈ ജന്മം കൊണ്ട് ചെയ്യേണ്ടത്. അങ്ങനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നവരാണ് ധീരന്മാർ, വിവേകികൾ. അവരുയരും. ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മനഃ. നമ്മൾ ഓരോരുത്തരും ഈ കംസൻ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള കാലനേമിയുടെ വാസന എങ്ങനെയോ അതുപോലെ നമ്മുടെ ഉള്ളിലും പല വാസനകളുണ്ട്. നമ്മളും ഓരോ കാലനേമികളായിരുന്നു, അല്ലേ? കാലചക്രത്തിൽ കറങ്ങി കറങ്ങി വന്നവർ തന്നെയാണ് നമ്മളും. നേമി എന്നാൽ ചക്രം. അപ്പൊ കാലമാകുന്ന ചക്രത്തിൽ കറങ്ങി വന്ന വാസനകളോടുകൂടി വന്ന കാലനേമികളാണ് നമ്മളൊക്കെ. പല അഴുക്കും പറ്റിപ്പിടിച്ചിട്ടുള്ള ചക്രങ്ങളാണ്. പുരഞ്ജനന്മാർ തന്നെയാണ്, കർദമന്മാർ തന്നെയാണ്.
അപ്പോ എന്താ ചെയ്യേണ്ടത്? ആ കർദമൻ ചെയ്തതുപോലെ ചെയ്യണം, അല്ലേ? കർദമ പ്രജാപതി എങ്ങനെയാണോ തന്റെ തപസ്സുകൊണ്ട് തന്റെ അഴുക്കൊക്കെ കഴുകിക്കളഞ്ഞത്, ആ പ്രാജാപത്യ ജീവിതത്തിലൂടെ, പ്രവൃത്തി ധർമ്മത്തിലൂടെ തന്റെ ജീവിതത്തെ തന്നെ ഒരു യജ്ഞമാക്കി മാറ്റി, തപസ്സാക്കി മാറ്റി, എല്ലാം കഴുകിക്കളഞ്ഞ് പരിശുദ്ധനായി ഭഗവാനെ പ്രാപിച്ച ആ കർദമനെ പോലെയും ആവാം. അല്ലെങ്കിൽ അതിൽ നിന്ന് അധപ്പതിച്ച പ്രാചീന ബർഹിസ് അതുപോലെ ആവാം. പക്ഷെ പ്രാചീന ബർഹിസ് കാലം കൊണ്ട് തിരിച്ചു പോയി. പുരഞ്ജനോപാഖ്യാനം കേട്ട് വിവേകം വന്ന് തിരുത്തി. അതുപോലെ അതിനുശേഷം വന്നിട്ടുള്ള ആളുകൾ, ഇതപ്പോ കംസനെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ വാസനയെ കൂടുതൽ വർദ്ധിപ്പിച്ച് ആസുരവാസനകളെ വളർത്തി എന്നേക്കുമായിട്ട് ദുഷ്കീർത്തിയുമായി പോയവരാണ്. അപ്പൊ ആ കൂട്ടത്തിൽ കൂടാം. നമുക്ക് ഏത് കൂട്ടം, ആരെ വേണമെങ്കിൽ ഫോളോ ചെയ്യാം. കർദമ പ്രജാപതിയെ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ കംസനെ ഫോളോ ചെയ്യാം, പ്രാചീന ബർഹിസിനെ ഫോളോ ചെയ്യാം. ഓരോരുത്തരും അവരവരുടെ സംസ്കാരത്തിനനുസരിച്ചേ ഫോളോ ചെയ്യുള്ളൂ. ആ സംസ്കാരത്തിന്റെ ബലം ഉണ്ട്. എത്രത്തോളം ബലമുണ്ടോ ഓരോ സംസ്കാരത്തിനും അതിനനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ. എന്താ പറയുക, പ്രേരണയുണ്ടല്ലോ മനസ്സിന്റെ. ആ ദൈവചോദിതം എന്ന് മുമ്പേ പറഞ്ഞു. ആ ദൈവചോദനയുടെ ശക്തി, ആ മൊമെന്റം എത്ര പ്രബലമാണോ അതിനനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ. അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള തപസ്സും ശക്തിയും വളരെ കഠിനമായിട്ട് വേണ്ടി വരും. അപ്പോൾ അത് വളരെ നന്നായിട്ട് ഇച്ഛാശക്തി കൊണ്ട് തപസ്സനുഷ്ഠിച്ച് പൂർവ്വചോദനകളെ ആരാണോ റെസിസ്റ്റ് ചെയ്യുന്നത് അവര് വേഗം മടക്കയാത്ര ആരംഭിക്കും. അതല്ലാത്തവരോ ഈ ഒഴുക്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. പൂർവ്വ സംസ്കാരമാകുന്ന പ്രവാഹത്തിൽ തന്നെ പെട്ട് അതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് കൂടുതലും. ദുർബലരായിട്ടുള്ളവരാണ് കൂടുതലും. എതിർത്ത് നീന്താൻ കഴിവുള്ളവരല്ല. അപ്പൊ ഇവിടെ എന്താ പറയണത്, ഇദ്ദേഹത്തിന്റെ ആ ദേഹം കിട്ടിയിട്ടും ഇനിയിപ്പോ അടുത്ത ശരീരം ഏതാണെന്ന് അറിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ രാജശരീരത്തെ രക്ഷിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ചിന്തയെങ്കിൽ അതിനുള്ളൊരു മറുപടിയാണ് ആത്മാവിൽ വാസ്തവത്തിൽ ഈ പറഞ്ഞ സൂക്ഷ്മ ശരീരത്തിന്റെ കറകളൊന്നും ഇല്ല. അത് ആരോപിതം മാത്രമാണെന്ന് വിചാരം ചെയ്ത് ആത്മാവിനെ വേർതിരിച്ച് അറിയണം. എന്നിട്ട് ആ ആത്മാവിൽ രമിക്കണം, ആത്മാവിൽ നിഷ്ഠ നേടണം. അപ്പോ ഈ പറഞ്ഞ അഴുക്കൊക്കെ തന്നെ പൊക്കോളൂ. ഈ അഴുക്കിനെ കളയാനുള്ള വഴി, എളുപ്പ വഴി അതാണ് ആത്മവിചാരം. സത്യം പരം ധീമഹി. ആത്മവിചാരത്തിലൂടെ ഈ പാപങ്ങളെ മുഴുവൻ എളുപ്പത്തിൽ അതിക്രമിക്കാം. അതാണ് ദൃഷ്ടാന്തം പറയുന്നത്. ജ്യോതിർ യഥാ ഏവ ഉദക പാർത്ഥിവേഷു അതഃ സമീരവേഗാനുഗതം വിഭാവ്യതേ ഏവം. അപ്പോ ജ്യോതിഹി എന്ന് പറഞ്ഞാൽ ആകാശത്ത് കാണുന്ന ജ്യോതിർഗോളങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ മുതലായിട്ടുള്ള നക്ഷത്രങ്ങൾ മുതലായിട്ടുള്ള ജ്യോതിർഗോളങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉദക പാർത്ഥിവേഷു. ഉദക പാർത്ഥിവേഷു എന്ന് പറഞ്ഞാൽ, ഉദകം എന്ന് പറഞ്ഞാൽ വെള്ളം, പാർത്ഥിവം എന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ടുണ്ടാക്കിയത് അഥവാ മണ്ണിൽ നിന്ന് ഭവിച്ച ധാതുക്കളെ കൊണ്ടോ മെറ്റൽ കൊണ്ടോ ഉണ്ടാക്കിയതൊക്കെ തന്നെ പാർത്ഥിവമാണ്. ഭൂമിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതൊക്കെ പാർത്ഥിവം എന്ന് വെച്ചാൽ പാത്രം എന്നുള്ള അർത്ഥത്തിലാണ്. ഉദക പാർത്ഥിവേഷു ജലപാത്രങ്ങളിൽ, ജലസ്ഥാനങ്ങളിൽ, ജലാശയങ്ങളിൽ എന്നർത്ഥത്തില് ഉദക പാർത്ഥിവേഷു സമീരവേഗാനുഗതം വിഭാവ്യതേ. സമീരവേഗം, സമീരൻ കാറ്റാണ്. സമ്യക് ഈരയതീതി സമീര. എല്ലാറ്റിനെയും ഇളക്കുന്നവൻ, പ്രേരിപ്പിക്കുന്നവനാണ് സമീരൻ. ശബ്ദമുണ്ടാക്കുന്നവൻ എന്നൊക്കെ അർത്ഥമാണ് സമീര ശബ്ദത്തിന്. അപ്പൊ വായു, ആ വായുവിന്റെ വേഗത്തിന് അനുഗതം, അനുസരിച്ചാണ് വിഭാവ്യത്തെ.
ആ ജലത്തില് തരംഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ചലനമുണ്ടാകുന്നത്, ഓളങ്ങൾ ഉണ്ടാകുന്നു. മന്ദമായിട്ടുള്ള കാറ്റാണെങ്കിൽ ചെറിയ ഓളങ്ങൾ ഉണ്ടാകുന്നു. കാറ്റേ ഇല്ലെങ്കിൽ നിശ്ചലമായിരിക്കുന്നു. നല്ല കാറ്റടിക്കുകയാണെങ്കിലോ സുനാമി പോലും ഉണ്ടാവാം, അല്ലെ? കടലിലൊക്കെ വലിയ വലിയ കാറ്റടിച്ചിട്ടാണ് വലിയ വലിയ തിരമാലകൾ പൊങ്ങി സുനാമിയൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ എങ്ങനെയാണോ സമീരവേഗത്താൽ ഉദകപാർത്ഥിവേഷമുള്ളതായിട്ടുള്ള ഈ വെള്ളം ഇളകുമ്പോൾ അതിലെ ജ്യോതിയും അപ്രകാരം വിഭാവ്യത്തെ യഥ ആ ജലാശയത്തിലുള്ള ജലപാത്രത്തിലുള്ളതായിട്ടുള്ള ജ്യോതിസിനെയും അഥവാ സൂര്യനെയും നമ്മൾ അയ്യോ പാവം സൂര്യൻ ഇങ്ങനെ ഇളകുന്നു, സൂര്യൻ ഛിന്ന ഭിന്നമാകുന്നു, സൂര്യൻ ചഞ്ചലനായിരിക്കുന്നു, ചിന്നിപ്പോകുന്നു പാവം എന്നൊക്കെ ചിലപ്പോ കൊച്ചുകുട്ടികളെ പോലെയുള്ളവര് ഈ ജലപാത്രത്തിലെ സൂര്യപ്രതിബിംബത്തെ നോക്കി അല്ലാതെ പരിഭവിക്കും. ചന്ദ്രന്റെ പ്രതിബിംബം ഇളകുമ്പോ അയ്യോ എന്റെ അമ്പിളിയമ്മാമൻ പൊട്ടിപ്പോയേ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് അറിയും, അല്ലേ? അപ്പൊ ചിന്തിക്കാൻ കഴിവില്ലാത്തവര് ഈ ഉദകപാത്രത്തിലുള്ള പ്രതിബിംബത്തെ, ഈ ജ്യോതിസിന്റെ പ്രതിബിംബത്തെ നോക്കി അതിന്റെ ജലത്തിന്റെ ചലനങ്ങളെ ഈ പ്രതിബിംബത്തിലേക്ക് പകർന്നു കൊടുത്ത് ചന്ദ്രൻ പൊട്ടി, സൂര്യൻ തകർന്നു, സൂര്യൻ ഇളകുന്നു, അനേക സൂര്യന്മാർ എന്നൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. യഥാർത്ഥത്തിലുള്ള സൂര്യനെയോ ചന്ദ്രനെയോ ജ്യോതിർഗോളങ്ങളെയോ വല്ലതും ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. അവരൊന്നും അനങ്ങിയിട്ടില്ല, അവർക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ഈ വെള്ളത്തിലൂടെ നോക്കുന്നത് കൊണ്ട് അവർക്ക് പ്രശ്നമുള്ളതായിട്ട് തോന്നുകയാണ്. അതുപോലെ ഈ ശരീരമാകുന്ന ജലപാത്രത്തിലൂടെ നോക്കുമ്പോൾ ഇതിലുള്ള ചൈതന്യമാകുന്ന ജ്യോതിസിന് എന്തൊക്കെയോ പ്രശ്നമുള്ളത് പോലെ, അല്ലെ? ശരീരമാകുന്ന ജലപാത്രത്തിലൂടെ ഉപാധിയിലൂടെ നോക്കുന്നത് കൊണ്ട് ഇതിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ അതിലേക്ക്, ആത്മാവിലേക്ക് ആരോപിക്കുന്നു, ചൈതന്യത്തിലേക്ക് ആരോപിക്കുന്നു. അപ്പൊ പ്രതിബിംബത്തിന്റെ ചലനം ബിംബത്തിൽ ആരോപിക്കും പോലെ ദേഹാഭിമാനികളായിട്ടുള്ള ആളുകള് ആത്മാവിൽ ആരോപിക്കുന്നു ഈ ദോഷങ്ങളെ. അതാണ് ഏവം സ്വമായാരചിതേഷു അസൗ പുമാൻ ഗുണേഷു രാഗാനുഗതോ വിമുഹ്യതി. ഏവം മുമ്പേ പറഞ്ഞ ആ ജലപാത്രത്തിലെ വെള്ളം ഇളകുമ്പോൾ പ്രതിബിംബം ഇളകുന്ന അതിലൊക്കെ ആരോപിക്കുന്നത് പോലെ അസൗ പുമാൻ, ഈ പുമാൻ, ഈ പുരിയിൽ പ്രവേശിച്ചിരിക്കുന്ന ജീവൻ, ഈ ആത്മാ, സ്വമായാരചിതേഷു ഗുണേഷു, തന്റെ തന്നെ മായ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഗുണരൂപങ്ങളായ ദേഹങ്ങൾ, പഞ്ചഭൗതികമായിട്ടുള്ള ഈ ദേഹങ്ങൾ. അപ്പൊ അതില് താദാത്മ്യം പ്രാപിച്ച രാഗാനുഗത, രാഗത്തോടുകൂടി അനുഗമിച്ചവനായി, അനുരഞ്ജനം ചെയ്യുന്നവനായി, താദാത്മ്യം പ്രാപിച്ചവനായി വിമുഹ്യതി, മോഹിക്കുന്നു. തന്റെ സ്വരൂപം മറന്ന് അപസ്മൃതി കാരണമായിട്ട് ഈ ഉപാധിയുമായിട്ട് താദാത്മ്യം പ്രാപിക്കുന്നു, രാഗാനുഗതനായി മോഹിക്കുന്നു. അപ്പൊ ഈ ശരീരത്തിന്റെ ധർമ്മങ്ങളെയെല്ലാം ആത്മാവിലേക്ക് ആരോപിക്കുന്നു. ആര്? ഇങ്ങനെ മായ കൊണ്ട് മോഹിതരായിട്ടുള്ളവർ, അവരെയാണ് മൂഢന്മാരെന്ന് പറയുന്നത്. മായാമോഹിതരായിട്ടുള്ളവർ യഥാർത്ഥത്തിൽ ഈ ശരീരത്തിലുള്ളതായിട്ടുള്ള ദൃഷ്ടിയെ പിൻവലിച്ച് തന്റെ സ്വരൂപം എന്താണെന്ന് വിചാരം ചെയ്ത് സ്വരൂപത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, സ്വരൂപത്തിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചാൽ, സത്യം പരം ധീമഹി എന്ന് വിചാരം ചെയ്ത് ഉറപ്പിച്ചാൽ ഈ ഭ്രമമെല്ലാം മാറുന്നു. അപ്പൊ ഇതെല്ലാം ദേഹാദികളിലുള്ളതായിട്ടുള്ള അഭിമാനം നിമിത്തം, താദാത്മ്യം നിമിത്തം വന്നു ചേർന്നിട്ടുള്ളതാണ്. ആത്മാവിന് വാസ്തവത്തിൽ യാതൊരു എന്താ പറയുക, ജനന മരണങ്ങളോ മറ്റ് വികാരങ്ങളോ ഈ ലോകത്തിന്റെ ഏതൊരു തരത്തിലുള്ള മാറ്റവും ആത്മാവിനെ സ്പർശിക്കുന്നില്ല എന്നറിഞ്ഞ്, ആ ആത്മാവാണ് തന്റെ സ്വരൂപം എന്നറിഞ്ഞ് സ്വസ്ഥനായിരിക്കുകയാണ് ഒരു വിവേകി ചെയ്യേണ്ടത് എന്ന് താല്പര്യം. അതാണ് അടുത്ത ശ്ലോകത്തിലൂടെ ഉറപ്പിച്ചു പറയുന്നത്. തസ്മാന്ന കസ്യചിദ്രോഹം ആചരേത് സതദാവിദഃ ആത്മനക്ഷേമമന്വിച്ഛൻ ദ്രോഗ്ദുർവൈ പരതോ ഭയം. തസ്മാന്ന കസ്യചിദ്രോഹം ആചരേത് സതദാവിദഃ ആത്മനക്ഷേമമന്വിച്ഛൻ ദ്രോഗ്ദുർവൈ പരതോ ഭയം. തസ്മാത്, അത് കാരണമായിട്ട്, ഇത്രയും പറഞ്ഞ
ലോജിക്ക് വെച്ചിട്ട് നടത്താം. ഇത്രയും നേരം ലോജിക്കോട് കൂടിയിട്ടാണ് വസുദേവർ സംസാരിച്ചത്. അതുകൊണ്ട് തസ്മാത്, പക്ഷെ ഈ ലോജിക്കൊക്കെ കേട്ടാൽ ബോധ്യം വരണമെങ്കിൽ ബുദ്ധി വളരെ പ്ലസന്റ് ആയിരിക്കണം. ഇവിടെ കംസനെ സംബന്ധിച്ച് കലുഷിതമാണ്, അല്ലെങ്കിൽ തന്നെ തമോ ഗുണം, അതിലേക്ക് ഇപ്പൊ ഒരു ആഘാതവും കിട്ടി. അശരീരി കേട്ടിട്ട് ആകെ വിക്ഷുബ്ധമായിട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോ ഈ പറയുന്ന നല്ല വാക്കുകളൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ടോ കംസന്? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടും കംസന് മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അത് കാണാം നമുക്ക്. അപ്പൊ നമ്മളും അതുപോലെയാണ് പലപ്പോഴും, അല്ലേ? നമ്മളും കംസന്മാരായിട്ട് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെ പ്രക്ഷുബ്ധമായിട്ടുള്ള മനസ്സോടുകൂടി ആരെങ്കിലും നല്ല ഉപദേശങ്ങളൊക്കെ നമുക്ക് തരുമ്പോഴും അതിനെയും നമ്മൾ വേണ്ട പോലെ സ്വീകരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവില്ല. അതിനൊക്കെ തട്ടിത്തെറിപ്പിക്കും. അപ്പോൾ തസ്മാത് കസ്യചിത് ദ്രോഹം ന ആചരേത് സ തഥാവിധ. അപ്പൊ അതുകൊണ്ട് തസ്മാത് തഥാവിധ സഹ, ഇങ്ങനെയിരിക്കുന്ന ഈ ജീവൻ തന്റെ സ്വരൂപത്തെക്കുറിച്ച് അറിയുകയും അതിലേക്ക് തിരിച്ചു പോവുകയും വേണം. അല്ലാതെ ദേഹവുമായിട്ട് അഭിമാനിച്ച് ആ ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ക്രൂരകർമ്മവും ചെയ്യുക എന്നുള്ള നീചഭാവത്തെ വെടിഞ്ഞ്, അതാണ് തഥാവിധ, ഇങ്ങനെ ഇരിക്കുന്ന ഈ ജീവൻ സഹ ആത്മനഃ ക്ഷേമം അന്വിച്ച, തനിക്ക് ക്ഷേമം വേണം, ശാന്തി വേണം, സ്വസ്ഥത വേണം, തനിക്ക് ആത്മനിഷ്ഠ വേണം, നാശരഹിതമായിട്ടുള്ള ചലനരഹിതമായിട്ടുള്ള ആ പരമസത്യമാണ് തന്റെ സ്വരൂപം എന്നറിയലാണ് ഏറ്റവും വലിയ ക്ഷേമം. അപ്പൊ സ്വസ്ഥത വേണമെങ്കിൽ ഈ ഇളകുന്ന വെള്ളത്തെ വീണ്ടും വീണ്ടും ഇളക്കാതിരിക്കണം. ഉള്ളിലേക്ക് നോക്കാൻ കഴിയണം. ഉള്ളിലേക്ക് നോക്കണമെങ്കിൽ വെള്ളം ചലിക്കുന്നത് നിൽക്കണം, ശാന്തമാകണം. ശാന്തമായ വെള്ളത്തിലെ അകത്തുള്ളതൊക്കെ കാണാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പൊ ഇവിടെ ഇളകിക്കൊണ്ടിരിക്കുമ്പോ ഒന്നും കാണാൻ കഴിയില്ല. ഇപ്പൊ കംസന്റെ അവസ്ഥ അതാണ്. അപ്പൊ ക്ഷേമം അന്വിച്ച്, അവനവന് ക്ഷേമം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ കസ്യചിത് ദ്രോഹം ന ആചരേത്, കസ്യചിത് ഒരുവനും ദ്രോഹം ന ആചരേത്, ദ്രോഹത്തെ ചെയ്യരുത്. കാരണം ദ്രോഗ്ദുഹു പരതഃ ഭയം വൈ, ദ്രോഗ്ദുഹു ദ്രോഹിക്കുന്നവന് അർത്ഥമാണ്. ദ്രോഗ്ദ എന്നുള്ള ശബ്ദത്തിന്റെ പഞ്ചമിയും ഷഷ്ടിയും ദ്രോഗ്ദുഹു, ദ്രോഗ്ദാവിന്, ദ്രോഹിക്കുന്നവന്. അപ്പൊ പരന് ദ്രോഹം ചെയ്യുന്നവന് പരതഃ ഭയം വൈ, പരനിൽ നിന്ന് അന്യനിൽ നിന്ന് ഭയമുണ്ടാകും, പരലോകത്തെക്കുറിച്ചും ഭയമുണ്ടാകും, ഭാവിയെക്കുറിച്ച് ഭയമുണ്ടാകും. ഇന്ന് നമ്മൾ ഒരാൾക്ക് ദ്രോഹം ചെയ്താൽ അതോടുകൂടി നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. കാരണം എപ്പോഴാണ് നമ്മൾ ദ്രോഹം ചെയ്ത ആള് നമ്മളെ തിരിച്ചടിക്കണത്? ചിലപ്പോൾ നമ്മൾ അവരെ അറിയാതെ വഞ്ചന ചെയ്താൽ അവരെന്തെങ്കിലും ആ വഞ്ചന തിരിച്ചറിയുമ്പോൾ അവര് ശക്തമായിട്ട് തിരിച്ചടിച്ചു എന്ന് വരും. അല്ല, അവർ പ്രത്യക്ഷമായിട്ട് തന്നെ അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ അവരെപ്പോ വേണമെങ്കിൽ തിരിച്ചടിക്കാം. വഞ്ചനയുടെ ഇതറിയാനായിട്ട് ചിലപ്പോൾ കാലം എടുത്തു എന്ന് വരും. നേരെ ചെയ്യുന്ന ദ്രോഹങ്ങൾ അപ്പപ്പോ തന്നെ തിരിച്ചടി ഉണ്ടാവാം. അപ്പൊ അങ്ങനെ നമുക്ക് ഭയം എപ്പോഴും ഉണ്ട്. മറ്റൊരാളെ ഉപദ്രവിച്ച ഒരാൾക്ക് പിന്നെ സ്വസ്ഥത ഉണ്ടാവാൻ പോകുന്നില്ല. അവനിൽ നിന്ന് എന്നെങ്കിലും നമുക്ക് തിരിച്ചടി ഉണ്ടാവും. പരലോകത്തെക്കുറിച്ചും ഭയം ഉണ്ടാവും. അതാണ് പരതഃ ഭയം. പരലോകത്തെ സംബന്ധിച്ചും ഭയമുണ്ട്. കാരണം ഭാവി ഇതുപോലെയുള്ള പാപങ്ങളെ കൊണ്ടുള്ള ദുഃഖങ്ങൾ അനുഭവിക്കാനുള്ള ഭയം ഉണ്ടാവും. തീർച്ചയായിട്ടും താൻ ചെയ്യുന്ന പാപത്തിന്റെ ബലം എവിടെ ചെന്നാലും, ഈ ലോകത്തല്ലെങ്കിലും പരലോകത്ത് ചെന്നാലും അനുഭവിക്കേണ്ടി വരും, മറ്റു ലോകങ്ങളിൽ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഭയം ഉണ്ടാവും. അതുകൊണ്ട് അവനവന് സ്വസ്ഥത വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. ഇതാണ് കംസന് വസുദേവർ കൊടുക്കുന്ന നല്ലൊരു ഉപദേശം, നമുക്കും എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഉപദേശം. ഏഷാ തവാനുജാ ബാല കൃപണാ പുത്രികോപമാ ഹന്തും നാർഹസി കല്യാണി ഇമാം ത്വം ദീനവത്സലഃ. ഏഷാ തവാനുജാ ബാല കൃപണാ പുത്രികോപമാ ഹന്തും നാർഹസി കല്യാണി ഇമാം ത്വം ദീനവത്സലഃ. വീണ്ടും കെഞ്ചുകയാണ്, ബോധവൽക്കരിക്കുകയാണ്. ഇവൾ ആരാണ്? ഏഷാ, ഇവള്
തവ അനുജ, നിന്റെ കൂടപ്പറപ്പാണ്, നിന്റെ അനുജത്തിയാണ്, സഹോദരിയാണ്. പുത്രികോപമ, നിനക്ക് പുത്രിക്ക് തുല്യയാണ്. പ്രായം കൊണ്ട് നിനക്ക് അനുജത്തി മാത്രമല്ല, നിനക്ക് പുത്രിയെ പോലെയാണ്. നീ ഇത്രയും കാലം അങ്ങനെ ലാളിച്ച് വളർത്തിയതല്ലേ. ബാല, പാവം കുട്ടിയാണവൾ. വലുതായിട്ടൊന്നുമില്ല, ശക്തിയുള്ളവളുമല്ല, സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിവുള്ളവളല്ല. അവളായിട്ട് നിന്നെ ദ്രോഹിക്കാനായിട്ട് ചിന്തിച്ചിട്ടേയില്ല. പാവം നിഷ്കളങ്ക കുട്ടിയാണവൾ. കൃപണ, ഇപ്പതാ ദുഃഖിച്ചിരിക്കുന്നവളാണ്, പേടിച്ചിരിക്കണു. പാവം കൊച്ചുകുട്ടി മാൻകുട്ടിയെ പോലെ പേടിച്ച് വിറയ്ക്കുന്നു. കൃപണ, അതുകൊണ്ട് ദീനവത്സലഹ ത്വം, നീ ആരാണ്? നീ ദീനവത്സലനാണ്, ദീനന്മാരോട് വാത്സല്യം കാണിക്കുന്നവനാണ്. നിന്റെ അടുത്ത് വന്ന് ആരെങ്കിലും ശരണം പ്രാപിച്ചാൽ നീ അവർക്ക് അഭയം കൊടുക്കാതിരിക്കുവോ? അങ്ങനെയൊക്കെയുള്ള ശീലം ഉണ്ടല്ലോ നിനക്ക്. അതുകൊണ്ടാ നിന്റെ അനുജത്തി തന്നെ ദീനയായി, ഞാനും ദീനനായി നിന്റെ മുമ്പിൽ യാചിക്കുന്നു. നീ ദീനവത്സലനല്ലേ. അതുകൊണ്ട് കല്യാണീം ഇമാം ഹന്തുംന അർഹസി. കല്യാണി എന്ന് വെച്ചാൽ നല്ല ഗുണങ്ങളൊക്കെ ഉള്ളവളായ, ശ്രേഷ്ഠ ഗുണങ്ങളുള്ളവളായിട്ടുള്ള ഇവളെ ഹന്തുംന അർഹസി, ഹനിക്കുവാൻ പാടുള്ളതല്ല, ഹനിക്കുന്നത് നല്ലതല്ല. നിന്റെ അനുജത്തിയാണ് പാവം എന്ന് കെഞ്ചി പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞു. എന്നിട്ടും കംസന് മാറ്റമൊന്നുമില്ല എന്ന് ശ്രീശുക ബ്രഹ്മർഷി തുടർന്നു. ശ്രീശുക ഉവാച ഏവം സസാമഭിർഭേദൈഃ ബോധ്യമാനോപി ദാരുണഃ നന്യവർത്തത കൗരവ്യാ പുരുഷാദാൻ അനുവ്രതഃ. ശ്രീശുക ഉവാച ഏവം സസാമഭിർഭേദൈഃ ബോധ്യമാനോപി ദാരുണഃ നന്യവർത്തത കൗരവ്യ പുരുഷാദാൻ അനുവ്രതഃ. ഏവം ഇപ്രകാരം സഹ ആ കംസഹ സാമഭിഹി, സാമങ്ങളെ കൊണ്ട്, സാമങ്ങളെന്നാൽ ഇവിടെ നല്ല വാക്കുകൾ, ശ്രേഷ്ഠങ്ങളായ വാക്കുകൾ, മനസ്സിനെ സമനിലയിലേക്ക് നയിക്കുന്ന വാക്കുകളാണ്, സമത്വത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള വാക്കുകളാണ്. അങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട്, അതുപോലെ ഭേദൈഹി, ഭേദം എന്ന് പറഞ്ഞാല് വരും വരായികളെ കുറിച്ചിട്ടുള്ള സൂചനകൾ, പരലോകത്ത് പോയാൽ ഭയമുണ്ടാകും എന്നുള്ളതായിട്ടുള്ള ഭീഷണി ഒരു ചെറുതായിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കീർത്തി നഷ്ടം ഉണ്ടാവും, ഇതെല്ലാം സൂചിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഭേദൈഹി, ഭേദങ്ങളെ കൊണ്ടും, ബോധ്യമാനഹാപി, ബോധ്യപ്പെടുത്തുന്നവനായിട്ടും, നല്ലതുപോലെ ഉണർത്തപ്പെടുന്നവനായിട്ടും, ഹേ കൗരവ്യ, അല്ലയോ പരീക്ഷിത് രാജാവേ, കൗരവ വംശത്തിൽ പിറന്ന പരീക്ഷിത് രാജാവേ. ദാരുണഃ, ആ ക്രൂരനായിട്ടുള്ള കംസൻ, പുരുഷാദാൻ അനുവ്രത, പുരുഷാദന്മാരെന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ അധിക്കുന്നവർ, പുരുഷാൻ അത്തീതി പുരുഷാദ, രാക്ഷസന്മാരുടെ പേരാണ് നരഭോജികൾ, പുരുഷാദന്മാര്. അവരെ അനുവ്രത എന്ന് പറഞ്ഞാലോ അനുസരിക്കുന്നവർ, അനുകരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. രാക്ഷസന്മാരെ പോലെ പെരുമാറുന്നവൻ. അങ്ങനെയുള്ള സഹ നന്യവർത്തത, അവൻ നിവർത്തിച്ചില്ല, അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല, തലമുടി വിടാൻ തയ്യാറായില്ല, വാള് ഉറയിലേക്ക് ഇടാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും വാള് എടുത്തു പിടിച്ച് രോഷത്തോടുകൂടെ തന്നെ അനിയത്തിയുടെ തലമുടിയിൽ പിടിച്ചു തന്നെ നിൽക്കുന്നത്. വസുദേവർ ഇടയിൽ തടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മാത്രം വെട്ടുന്നില്ല എന്നേ ഉള്ളൂ. ഉടനെ വെട്ടും. അവസരത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന പോലെയുണ്ട്. അത്രയും അവിവേകിയായിട്ടിരിക്കുകയാണ് ഒരു രാക്ഷസനെ പോലെ. നിർബന്ധം തസ്യ തം ജ്ഞാത്വാ വിചിന്യാനഗതും ദുഭിഃ പ്രാപ്തം കാലം പ്രതിവ്യോടും ഇദം തത്രാന്വപദ്യത. നിർബന്ധം തസ്യ തം ജ്ഞാത്വാ വിചിന്യാനഗതും ദുഭിഃ പ്രാപ്തം കാലം പ്രതിവ്യോടും ഇദം തത്രാന്വപദ്യത. തസ്യ തം നിർബന്ധം ജ്ഞാത്വാ, അവന്റെ ആ ഒരു നിർബന്ധ സ്വഭാവം, ആ ഷാഠ്യം സ്വഭാവം മാറുന്നില്ല, ആ ക്രൂര സ്വഭാവത്തിൽ നിന്ന് പിന്തിരിയുന്നില്ല. അതിനെ അറിഞ്ഞിട്ട് ആനകതുന്തുഭി, ജന്മനാ തന്നെ ശ്രേഷ്ഠതയുള്ളവനായിട്ടുള്ള ആ വസുദേവര് വിചിന്യ, നല്ലോണമെന്ന് ആലോചിച്ചു ഇനിയിപ്പോ എങ്ങനെയാ ഇവളെ രക്ഷിക്കേണ്ടത് എന്ന്. പ്രാപ്തം കാലം പ്രതിവ്യോടും, ഇപ്പൊ വന്നിരിക്കുന്ന കാലനെ, അല്ലെ, അന്തകൻ വന്നിരിക്കുക മുമ്പില്. പ്രാപ്തം കാലം, പ്രാപ്തനായ കാലനെ, അടുത്തു വന്നിരിക്കുന്ന യമനെ പ്രതിവ്യോടും പിന്തിരിപ്പിച്ചയക്കാൻ.
കാലൻ വന്ന് കൊണ്ടുപോകാൻ നിൽക്കണം. കൊണ്ടുപോകരുതേ എന്ന് കാലനോട് അപേക്ഷിച്ച് തിരിച്ചയക്കണം. ആ കാലൻ പ്രത്യക്ഷ രൂപത്തിൽ കംസന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ എങ്ങനെ മടക്കി അയക്കും കാലനെ? തത്ര ഇതം അന്വപദ്യത. ഈ വിഷയത്തില് ഈ ഒരു കാര്യത്തെ അദ്ദേഹം പ്രാപിച്ചു, അവലംബിച്ചു. അദ്ദേഹത്തിന്റെ ഉള്ളില് ഒരു ബൾബ് കത്തി, ഒരാശയം തോന്നി എന്നർത്ഥം. അന്വപദ്യത പ്രാപിച്ചു. എന്താണ്? മൃത്യുർ ബുദ്ധിമതാപോഹ്യോ യാവത് ബുദ്ധിബലോദയം യദ്യസൗ ന നിവർത്തേത നാപരാധോസ്തി ദേഹിനഃ. മൃത്യുർ ബുദ്ധിമതാപോഹ്യോ യാവത് ബുദ്ധിബലോദയം യദ്യസൗ ന നിവർത്തേത നാപരാധോസ്തി ദേഹിനഃ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ബുദ്ധിമത യാവത് ബുദ്ധിബലോദയം മൃത്യു അപോഹ്യ. ബുദ്ധിമത, ബുദ്ധിമാന്മാരായിട്ടുള്ളവരാൽ, ബുദ്ധിയുള്ളവരാൽ എന്ത് ചെയ്യപ്പെടണം? യാവത് അവനവന്റെ ബുദ്ധി ബലം ഉദയം, ബുദ്ധിക്കും ശക്തിക്കും അവനവന്റെ കഴിവിനും അനുസരിച്ചുകൊണ്ട് മൃത്യു അപോഹ്യ, മരണത്തെ നീക്കേണ്ടതാണ്, തടുക്കപ്പെടേണ്ടതാണ്, അപവഹിക്കപ്പെടേണ്ടതാണ്, ദൂരേക്ക് മാറ്റേണ്ടതാണ്, നീട്ടിവെക്കാൻ ശ്രമിക്കേണ്ടതാണ്. മരണം ഇപ്പൊ വരണമെന്ന് പറഞ്ഞിട്ട് കൈനീട്ടി സ്വാഗതം ചെയ്യുകയല്ല വേണ്ടത്, അതിനെ അകറ്റി നിർത്താനായിട്ട് ആരാണെങ്കിലും ശ്രമിക്കേണ്ടതാണ്. എന്തുകൊണ്ട് വെച്ചാൽ ഈ ശരീരം കൊണ്ട് സാധിക്കേണ്ടതായിട്ടുള്ള കാര്യം സാധിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലൊരു ശരീരം ഇനി എപ്പോ കിട്ടും എന്നുള്ളത് ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പൊ ഈ ശരീരം മോക്ഷസാധനമാണ്, ധർമ്മസാധനമാണ്. അപ്പൊ മോക്ഷത്തെ പ്രാപിക്കാനായിക്കൊണ്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ആയുസ്സിനെ നീട്ടിമേടിക്കുകയാണ് വേണ്ടത്. അപ്പൊ അതിന് മരണത്തെ, യമനെ പറ്റുമെങ്കിൽ അകറ്റി നിർത്തുക. കുറച്ചു കാലം കൂടി എനിക്ക് തരൂ, ഞാൻ ഈ ശരീരം കൊണ്ട് നേടേണ്ടത് നേടിയ ശേഷം അങ്ങത് എടുത്തോളൂ. എത്തേണ്ട അടുത്ത് ഞാൻ എത്തിയ ശേഷം, ആത്മജ്ഞാനം നേടിയതിനു ശേഷം ഈ ശരീരം കൊണ്ടുപോയിക്കോളൂ എന്ന് മനസ്സിലൊരു ധാരണ ഉണ്ടാവണം. ശരീരം വീണു പോകുന്നതിന് മുമ്പേ ഇനിയൊരവസരം കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേഗം ലക്ഷ്യത്തെ പ്രാപിക്കണം, ആത്മജ്ഞാനം നേടണം. അപ്പൊ ബുദ്ധിബലോദയം യാവത് മൃത്യു അപോഹ്യ അസൗ യതിന നിവർത്തേത ദേഹിനഃ അപരാധഃ നാസ്തി. പ്രയത്നിച്ചിട്ടും അസൗ ന നിവർത്തേത യതി, ഈ മൃത്യു മടങ്ങിപ്പോകുന്നില്ല എങ്കിൽ, മരണത്തെ നീക്കാൻ പറ്റുന്നില്ല എങ്കിൽ ദേഹിനഃ അപരാധഃ നാസ്തി, അവന് അതില് അപരാധമൊന്നുമില്ല. കാരണം എന്താ? കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചു, അത്രയൊക്കെ ചെയ്തിട്ടും പിന്നെയും പോയി എങ്കിൽ അതാണ് അതിന്റെ യഥാർത്ഥ വിധി. അത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക. പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. പരിശ്രമിച്ചിട്ടും സാധിക്കുന്നില്ലെങ്കിൽ, മരണം നീങ്ങിപ്പോകുന്നില്ലെങ്കിൽ, മരണം സംഭവിക്കുന്നുവെങ്കിൽ പിന്നെ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെ അതിന്റെ പാട്ടിന് വിടുക. അപരാധമില്ല, പക്ഷെ നമുക്ക് തൃപ്തിയുണ്ട്, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ആ ഒരു ഇതിലാണ് നമ്മൾക്കൊക്കെ വേണ്ടപ്പെട്ടവർക്കൊക്കെ അസുഖങ്ങൾ വന്നാലും ICUയിലും വെന്റിലേറ്ററിലും ഒക്കെ ഇട്ട് നോക്കുന്നത് അല്ലേ. പരമാവധി ചിലപ്പോൾ എപ്പോഴാണ് അയാൾക്ക് തിരിച്ചു വരാൻ പറ്റുക, എങ്ങനെയാണ്, ഏതവസ്ഥയിലാണ് അയാൾ തിരിച്ചു വരിക എന്നുള്ളത് അറിയില്ല. ആയുസ്സും ബലവും ഉണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് വരും. അതുകൊണ്ട് എത്ര പൈസ ചെലവാക്കിയാലും വേണ്ടില്ല, അയാളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. എന്നിട്ടും പോയെങ്കിലോ അപ്പോൾ കുറ്റമില്ല, അപരാധഃ നാസ്തി. എല്ലാവരും സമാധാനിക്കും, ചെയ്യേണ്ടത് ചെയ്തുല്ലോ, എന്നിട്ടും കിട്ടിയില്ല, നമുക്ക് ഇത്രേ യോഗമുള്ളൂ. പ്രാരബ്ധം ഇങ്ങനെയാണ്. നമ്മുടെ കാശൊക്കെ അതിലേക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതും ആയിരുന്നു, അതോടുകൂടി ആ കടവും തീർന്നു എന്ന് വിചാരിച്ച് സ്വസ്ഥരാവാം. അപ്പൊ അതാണ് ഇവിടെ ഇദ്ദേഹം ചിന്തിച്ചത്. എങ്ങനെയെങ്കിലും മൃത്യുവിനെ തന്റെ കഴിവിനനുസരിച്ച് മാറ്റി നിർത്തണം. ഇപ്പൊ ഇമ്മീഡിയറ്റ് അതാണ് ചെയ്യേണ്ടത്. പ്രദായ മൃത്യവേ പുത്രാൻ മോചയേ കൃപണാമിമാം സുതാമേ യതി ജായേരൻ മൃത്യുർവാ നമ്രിയേത ചേത്. പ്രദായ മൃത്യവേ പുത്രാൻ മോചയേ കൃപണാമിമാം സുതാമേ യതി ജായേരൻ മൃത്യുർവാ നമ്രിയേത ചേത്.
അപ്പൊ സുതാഹ മേ ജായേരൻ യതി, എനിക്ക് പുത്രന്മാർ ജനിക്കുമെങ്കിൽ, ജനിക്കോ ഇല്ലയോ എന്ന് അറിയില്ല, ഉറപ്പൊന്നുമില്ല, അത് അദൃഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ മൃത്യുഹു ന മ്രിയേത ചേത് പുത്രാൻ മൃത്യവേ പ്രദായ കൃപണാം ഇമാം മോചയ്യ. അപ്പൊ ഇവിടെ ന മ്രിയേത ചേത്, ഈ തന്റെ മുമ്പിൽ നിൽക്കുന്ന മൃത്യുരൂപത്തിലിരിക്കുന്ന ഈ കംസൻ മരിക്കുകയില്ലെങ്കിൽ, അവിടെ മൃത്യു എന്ന് പറയുന്നത് കംസനെയാണ്, കംസൻ നശിച്ചും പോകുന്നില്ലെങ്കിൽ, ഈ കംസൻ എപ്പോ വേണമെങ്കിൽ മരിച്ചു പോകാം. കംസൻ മരിച്ചാലോ വാക്ക് പറഞ്ഞാലും പാലിക്കേണ്ടതില്ല. ആരോടാണോ വാക്ക് കൊടുക്കുന്നത് അവര് മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് വാക്കാണോ? അപ്പോ ഇയാള് ജീവിച്ചിരിക്കുമോ എന്നുള്ളതിന് തന്റെ മൃത്യുരൂപത്തിൽ നിൽക്കുന്ന ഈ കംസൻ നാളെ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ല. കുട്ടികൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ കാര്യം എന്താ നോക്കേണ്ടത്? ഇന്ന് ഈ താൻ ഏറ്റെടുത്ത ഭാരം, അതാണ് ഭാര്യ, അല്ലെ? ഇവളുടെ ജീവിതത്തെ രക്ഷിക്കേണ്ടത് തന്റെ കർത്തവ്യമാണ്. ഭർത്ത രക്ഷതി യൗവനേ, അതാണ് വിവാഹം. വിശേഷേണ അവളുടെ ഭാരത്തെ വഹിക്കുകയാണ്, അവളുടെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ ഇനി അവളെ രക്ഷിക്കേണ്ടത് തന്റെ കർത്തവ്യമാണ്. ഇവള് ജീവിച്ചിരുന്നാലല്ലേ കുട്ടികൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള പ്രശ്നമുള്ളൂ. അങ്ങനെ ഇവൾ ജീവിച്ചിരുന്ന കുട്ടികളുണ്ടായി, ഇവനും ജീവിച്ചിരുന്നാൽ മാത്രമേ ഈ കുട്ടികളെ കൊടുക്കാമെന്നുള്ള വാഗ്ദാനം പാലിക്കേണ്ടതുള്ളൂ. അതാണ് ഈ മൃത്യുഹു ന മ്രിയേത ചേത്, ഇവൻ കാലൻ മരിച്ചില്ല എങ്കിൽ പുത്രാൻ മൃത്യവേ പ്രദായ, എന്റെ പുത്രന്മാരെ ഈ മൃത്യുരൂപിയായ ഇവന് കൊടുത്തിട്ട്, ഈ കാലന് കൊടുത്തിട്ട്, കൃപണാം ഇമാം മോചയേ, ദീനയായിരിക്കുന്ന ഇവളെ ഇപ്പൊ മോചിപ്പിക്കണം, അതാണ് എന്റെ കർത്തവ്യം, ഐ വിൽ ഡു ദാറ്റ് എന്ന് അദ്ദേഹം മനസ്സാ നിശ്ചയിച്ചു. അതാണ് ഇപ്പൊ ഇമ്മീഡിയറ്റ് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു പോംവഴി. വേറൊരു പോംവഴി ഇല്ല. വേറെ എന്ത് കൊടുക്കാന്ന് പറഞ്ഞാലും കംസം പിന്തിരിയാൻ പോകുന്നില്ല. അപ്പോ കുട്ടികളെ ജനിക്കുന്ന മാത്രയിൽ തന്നെ നിനക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞാൽ മാത്രമേ അയാള് സമ്മതിക്കുള്ളൂ. വിപര്യോ വാ കിം ന സ്യാത് ഗതിർധാതുർദുരത്യയാ ഉപസ്ഥിതോ നിവർത്തേത നിവൃത്തഃ പുനരാപതേത്. വിപര്യോ വാ കിം ന സ്യാത് ഗതിർധാതുർദുരത്യയാ ഉപസ്ഥിതോ നിവർത്തേത നിവൃത്തഃ പുനരാപതേത്. ഇനി അഥവാ വിപര്യ വാ കിം ന സ്യാത്, ഇതിനെല്ലാം വിപരീതമായിട്ട് എന്തുകൊണ്ട് നടന്നുകൂടാ, സംഭവിച്ചുകൂടാ? എല്ലാം മാറി മറിയാം. ധാതുഹു ഗതിഹി ദുരത്യയ, ദാതാവിന്റെ, ഈശ്വരന്റെ അഥവാ വിധിയുടെ ഗതി ദുരത്യയ, ആർക്കും അറിയാൻ കഴിയാത്തതാണ്, തടുക്കാൻ കഴിയാത്തതാണ്. അപ്പൊ നാളെ എന്തും സംഭവിക്കാം. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകയറ്റുന്നതും ഭവാൻ. അപ്പോ ഈ കംസന് നാളെ ഏതവസ്ഥയും വരാം. കംസൻ മനസ്സു മാറിയിട്ട് നല്ലവനായി കഴിഞ്ഞാലോ, എന്റെ മരുമക്കളെ ഞാൻ ഉപദ്രവിക്കില്ല കേട്ടോ എന്ന് പറയാം. അതും സംഭവിക്കാം, അങ്ങനെയൊക്കെ ആവാം. അപ്പൊ അതുകൊണ്ട് ഈ ധാതുഹു ഗതിഹി ദുരത്യയ, അത് തടുക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ അവസ്ഥയെ ഉപസ്ഥിത നിവർത്തേത, ഇപ്പൊ സമീപത്ത് വന്നിരിക്കുന്ന മരണത്തെ നിവർത്തേത, നിവർത്തിക്കട്ടെ. പുനഃ നിവൃത്ത ആപതേത്. എന്തായാലും നീട്ടിവെച്ച കാര്യം പിന്നീട് എപ്പോഴെങ്കിലും വന്ന് പതിക്കട്ടെ, വരുമ്പോ കാണാം, വരുന്ന സമയത്ത് കാണാം. അതാണ് ഇപ്പൊ നിവർത്തിച്ച കാര്യം നാളെ വരുമ്പോ വരട്ടെ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. നാളത്തെ കാര്യം നാളെ നോക്കാം, ഇപ്പോ ഇവളെ രക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം തീരുമാനമെടുത്ത് പറയാൻ പോണു. നമുക്ക് നാളെ തുടർന്ന് കാണാം എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത്, എന്ത് വാക്കാണ് പറയുന്നത്. നാളെ നമുക്ക് രാവിലെ 11 മണിക്ക് കാണാം. ഇന്നിപ്പോ ഇവിടെ നിർത്താം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.
ഹരി ഓം. നാളെ രാവിലെ 10 മണിക്ക്, നാളെ 21-ാം തീയതി, 10 അല്ല 11 മണിക്ക്, സോറി, നാളെ 11 മണിക്ക് കാണാം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. ഹരി ഓം, ഹരി ഓം.